ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിന്റെ അമലുകളൊക്കെ ചെയ്തിട്ട് സ്വഹാബാക്കളോട് ഖുദൂ അന്നി മനാസികക്കും, ഞാനിപ്പോ ചെയ്ത് കാണിച്ചതുപോലെ നിങ്ങൾ ചെയ്യണം എന്ന് പഠിപ്പിച്ചു. നമ്മുടെ ഒരു യുക്തിയും നമ്മുടെ ഒരു ഗവേഷണവും അതൊന്നും ഹജ്ജിൽ ഒരിക്കലും ബാധകമല്ല. വിലയിൽ കല്ലറിയാൻ ഇവിടുന്ന് തന്നെ കുറച്ച് നല്ല കല്ലുകൾ പോയിക്കൂടെ? നല്ല ഭംഗിയുള്ള കുറച്ച് കല്ലൊക്കെ വാങ്ങിയിട്ട് ഇവിടുന്നാൾ പോയിക്കൂടെ? അങ്ങനെയുള്ള യുക്തി ചിന്തക്കൊന്നും ഇതിന് അവകാശമില്ല. കല്ലെടുക്കാൻ പറഞ്ഞിടത്ത് കല്ലെടുക്കാം, എറിയാൻ പറഞ്ഞിടത്ത് എറിയാം, ചുറ്റാൻ പറഞ്ഞിടത്ത് ചുറ്റാം, നടക്കാൻ പറഞ്ഞിടത്ത് നടക്കാം, ഓടാൻ പറഞ്ഞിടത്ത് നടക്കാം. അല്ലാഹുവിന്റെ കൽപ്പനയെ നാം എത്ര അനുസരിക്കും, അവിടെയാണ് ഹജ്ജിന്റെ പ്രധാനം നിൽക്കുന്നത്. നമ്മുടെ യുക്തിയും നമ്മുടെ വാക്കുകളൊക്കെ ഓർത്തിട്ട് നമ്മൾ ന്യായം കണ്ടെത്തണം. ഹജ്ജ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ചെയ്തു കൊടുത്ത എല്ലാ നിഅമത്തുകളുടെ പങ്കാളിത്തവും ചേർന്ന് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജ് ജീവിതത്തിൽ ഒരു പ്രാവശ്യമേ നിർബന്ധമുണ്ട്, ഒരു പ്രാവശ്യമേ അല്ലാഹു നിർബന്ധമാക്കിയിട്ടുള്ളൂ. അതേ സമയത്ത് കഴിവും ശേഷിയും ഒക്കെ ഉള്ള ആളുകൾക്ക് ഒരു 5 കൊല്ലം കൂടുമ്പോൾ, ഒരു 5 വർഷം കൂടുമ്പോൾ അങ്ങനെ പോയി പുതുക്കിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണ്. ഉംറ അതുപോലെ ഒരാൾക്ക് എപ്പോഴും പോയി ചെയ്യും. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്താണ് കാര്യം? ഉംറ മക്കത്ത് മാത്രം ചെയ്യേണ്ടതാണ്. ഇവിടെ നിന്ന് ഏത് നാട്ടിൽ നിന്നും ഉംറന്റെ ഇഹ്റാമിൽ ചെന്നു മക്കത്തിൽ മുക്കറമയിലെത്തി കഅബ ശരീഫ് തവാഫ് ചെയ്തു, സഫ മർവയിൽ സഅയ് ചെയ്തു, മുടി എടുക്കുന്നതോടുകൂടെ ഉംറ കഴിഞ്ഞു. അതേ സമയത്ത് ഹജ്ജ് അങ്ങനെയല്ല. ഹജ്ജ് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം. എങ്ങനെ? അതിന് ദുൽഹിജ്ജ മാസം 7, 8, 9, 10, 11, 12, 13 ഈ ദിവസങ്ങളിൽ പൂർത്തിയാകും. അത് ചെയ്യണമെങ്കിൽ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് മക്കത്തുൽ മുകറമ, മിനാ താഴ്വര, അറഫ മൈതാൻ, മുസ്ദലിഫ, വീണ്ടും മിന, വീണ്ടും മക്കത്തുൽ മുകറമ. അപ്പോഴേക്കും ഏകദേശം എന്താവും? ഒരു 10-20 കിലോമീറ്ററിന്റെ ഉള്ളിൽപ്പെട്ട സ്ഥലങ്ങളിലൂടെ ഈ യാത്രകളൊക്കെ നടക്കണം. അങ്ങനെ മാത്രം ചെയ്തു തീർക്കേണ്ടതാണ് ഹജ്ജ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഹജ്ജ് ഒരിക്കലും നിർബന്ധമാക്കിയിട്ടുള്ളൂ. സാധിക്കുന്ന ആളുകൾക്ക് പല പ്രാവശ്യം ചെയ്യാം. ആദം നബി അലൈഹിസ്സലാം 40 പ്രാവശ്യം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അക്കാലത്തെ ഹജ്ജ് ചെയ്യുമ്പോൾ ഇന്നത്തെ പോലെ കഅബ ശരീഫിന്റെ ബിൽഡിങ്ങിന് ഉയരമില്ല. ഏത് മാത്രമേ ഉള്ളൂ? തറ മാത്രമേ ഉള്ളൂ. ആദം നബി അലൈഹിസ്സലാം ആദ്യത്തെ ഹജ്ജിന് കഅബ ശരീഫിന്റെ തറ നിൽക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ മലക്കുകൾ പറഞ്ഞു, ആദം നബി, 2000 വർഷങ്ങളായി ഞങ്ങൾ ഇവിടെ തവാഫ് ചെയ്യുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് കഅബ ശരീഫിന്റെ തവാഫ് അവിടെ നടക്കുന്നു. അത് വാനലോകത്ത് അല്ലാഹുവിന്റെ അർശിനെ തവാഫ് ചെയ്യുന്ന മലക്കുകളും അവിടെ ബൈത്തുൽ മഅമൂർ എന്നാണ് തവാഫിന്റെ സ്ഥലത്തിന് പറയുന്നത്. ആ ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ അത് ആകാശത്തിന്റെ മധ്യത്തിൽ. എവിടെയാണോ ബൈത്തുൽ മഅമൂർ നിൽക്കുന്നത് അതിന്റെ നേരെ സൂത്രത്തിൽ ഭൂമിയിൽ മനുഷ്യർക്ക് അല്ലാഹു തആല വെച്ച ഭവനമാണ് കഅബ ശരീഫ്. ഒരു ദിവസം കഅബ ശരീഫ് അങ്ങോട്ട് ഉയരുകയോ അല്ലെങ്കിൽ ബൈത്തുൽ മഅമൂർ ഇങ്ങോട്ട് താഴുകയോ ചെയ്താൽ സമമായി. അപ്പോ വാനലോകത്ത് മലക്കുകൾ ബൈത്തുൽ മഅമൂർ തവാഫ് ചെയ്യുന്നു, മനുഷ്യർ താഴെ ഭൂമിയിൽ കഅബ ശരീഫിൽ തവാഫ് ചെയ്യുന്നു. പക്ഷെ മനുഷ്യർക്ക് തവാഫ് ചെയ്യാനുള്ള കഅബത്തിന്റെ തറ, ആ ഫൗണ്ടേഷനിൽ അതിനെ വെച്ചത് ആദം നബി അലൈഹിസ്സലാമിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മലക്കുകൾ തവാഫ് ചെയ്യുന്നു. അങ്ങനെയുള്ള കഅബ ശരീഫിൽ ആദം നബി അലൈഹിസ്സലാം 40 പ്രാവശ്യം ഹജ്ജ് ചെയ്തപ്പോൾ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല പ്രാവശ്യം ഹജ്ജ് ചെയ്തിട്ടുണ്ട്.
പക്ഷെ അതൊക്കെ അമ്പിയാക്കൾക്കും നബിമാർക്കും കൽപ്പനയുള്ള ഹജ്ജാണ്. ഉമ്മത്തുകൾക്ക് മാതൃകയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാവശ്യമാണ് ഹജ്ജ് ചെയ്തത്. ഉമ്മത്തുകൾക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കേണ്ട ഫർളായ ഹജ്ജ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യം ചെയ്തു. അതേസമയം തൊട്ടടുത്ത സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കം ഫതഹിന് തൊട്ട് മുമ്പ് നബി തങ്ങൾ ഹജ്ജ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം ഹിജ്റയുടെ 9-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് സംഘത്തെ തയ്യാറാക്കിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അമീറായി നിശ്ചയിച്ചു. അങ്ങനെ സിദ്ദീഖ് തങ്ങൾ ഹിജ്റ 9-ാം വർഷം ഒരു ഹജ്ജ് ചെയ്തു. 10-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്തു. 12-ാമത്തെ വർഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് മൂപ്പര് അമീറായി പോയിട്ട് ഹജ്ജ് ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തെ 1-ാമത്തെ വർഷത്തിൽ മൂപ്പര് അമീറായി പോയിട്ട് ഹജ്ജ് ചെയ്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്തു. പിന്നീട് ഭരണാധികാരിയായിരിക്കുന്ന സമയത്ത് പല പ്രാവശ്യം ഹജ്ജ് ചെയ്തു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹിജ്റയുടെ മുമ്പത്തെ വർഷം ഹജ്ജ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ഫതഹിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്തു. അങ്ങനെ ധാരാളം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പ്രസിദ്ധമായ 5 ഹജ്ജ് ചെയ്തു. അതിൽ 3 പ്രാവശ്യം ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് നടന്നു പോയിട്ടാണ് ഹജ്ജ് ചെയ്തത്. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു 70 പ്രാവശ്യം ഹജ്ജ് ചെയ്തു. ഓരോ പ്രാവശ്യവും ഹജ്ജ് കഴിയുമ്പോൾ ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിനോട് ദുആ ചെയ്യും, പടച്ചവനെ ഇതിന്റെ അവസാനത്തെ ഹജ്ജ് ആക്കല്ലേ. അങ്ങനെ അല്ലാഹു തആല അവസരം കൊടുത്ത് 70 പ്രാവശ്യം ഹജ്ജ് ചെയ്തു. ഈ പാഠങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് നിർബന്ധമായിട്ട് ചെയ്യൽ ഒരു പ്രാവശ്യമാണ്. അതേ സമയത്ത് ആരോഗ്യമുണ്ട്, പണമുണ്ട്, യാത്രാ സൗകര്യമുണ്ട് എങ്കിൽ അവർക്ക് ആവർത്തിച്ച് ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഇവിടെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൗരവത്തിൽ ഉണർത്തിയിരിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് തടസ്സങ്ങൾ വരും. എന്താണ് ഒരു തടസ്സം? പണം ഇല്ല, ആരോഗ്യമുണ്ട്, സൗകര്യമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളിത് പോകാൻ പൈസ ഇല്ല. ഈ വർഷം ഹജ്ജിന് പോകാൻ സർക്കാരിൽ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഒരു 4.5 ലക്ഷം രൂപ ചെലവ് വരും. ഏകദേശം 4 ലക്ഷത്തിനടുത്ത് ഔദ്യോഗികമായ പണം അടക്കാം. ഒരു 50,000 പൈസ റിയാൽ മാറ്റിയിട്ട് നമ്മൾ ചെലവിനും വർഷത്തിനൊക്കെ കരുതുമ്പോൾ പ്രൈവറ്റിലൊക്കെ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ഈ പ്രാവശ്യം ഒരു 7 ലക്ഷം രൂപ വരും. അപ്പൊ അതൊരു വലിയ സംഖ്യയാണ്. അങ്ങനെയുള്ള പണം ഒരാളെ കയ്യിലില്ല, അയാൾക്ക് ഹജ്ജ് നിർബന്ധം ഇല്ല. അതേസമയത്ത് രണ്ടാമത്തെ ഒരാൾ പണം അയാൾക്കുണ്ട്, പക്ഷെ അയാൾക്ക് പോകാൻ ആരോഗ്യമില്ല. അയാൾ ഒരു ഭാഗം തളർന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ രീതിയിൽ ക്ഷീണിതനായി നിൽക്കുക, അയാൾക്ക് ഹജ്ജ് നിർബന്ധമില്ല. വേറെ ഒരു സാഹചര്യം എന്താണ്? ആരോഗ്യമുണ്ട്, പണമുണ്ട്, പക്ഷെ ഒരു നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകാൻ നിയമം അനുവദിക്കുന്നില്ല. ഏതെങ്കിലും സമയത്ത് ഒരു നാട് മറ്റൊരു നാടുമായിട്ടുള്ള ബന്ധത്തിൽ നിയമം അനുവദിക്കുന്നില്ല. ഇപ്പൊ ഇടക്കാലത്ത് ഇറാനിൽ നിന്ന് മക്കയിലേക്ക് വരുന്നതിന് തടസ്സമുണ്ടായിരുന്നു, യമനിൽ നിന്ന് മക്കത്തേക്ക് വരാൻ തടസ്സമുണ്ടായിരുന്നു. ഇറാഖിൽ സദ്ദാം ഹുസൈനെ കൊലപ്പെടുത്തിയ ശേഷം ഏകദേശം ഒരു 10 വർഷത്തോളമുള്ള സമയം സൗദിയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത വിധം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു രാജ്യത്ത് നിന്ന് യാത്ര പോകാൻ പറ്റുന്നില്ല, അത് നിയമ തടസ്സമാണ്. അപ്പൊ നമുക്ക് ഹജ്ജ് നിർബന്ധാവില്ല. നമ്മളെ കയ്യിൽ പണമില്ല, ഹജ്ജ് നിർബന്ധാവില്ല. നമുക്ക് പോകാനുള്ള യാതൊരു ആരോഗ്യമില്ല. അതേ സമയത്ത് അൽഹംദുലില്ലാഹ് ആരോഗ്യമുണ്ട്, പണം ഉണ്ട്, യാത്രക്ക് തടസ്സങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ സാഹചര്യം ഒത്തു കിട്ടിയിട്ട് ഒരു വിശ്വാസിയായ ആൾ
അവന്റെ സ്വന്തം കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ ആകാം. അങ്ങനെ ഒരാൾ ഹജ്ജ് പിന്തിച്ചിട്ട് അവന് ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം ഗൗരവത്തിനാണ് സംസാരിച്ചത്. അല്ലാഹു നമ്മളെ കാക്കണം. അത് കുറച്ച് ഗൗരവത്തിലാണ്. ചായ ചൂടുണ്ടോ? അപ്പോ പിന്നെ ഒരു അവിടെ ഒരു ഗൗരവത്തിലാണ് ആ പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. എന്താണ് ആ പ്രയോഗം? അല്ലാഹു തആല തന്ന പണം, അല്ലാഹു തന്ന ആരോഗ്യം, അല്ലാഹു തആല തന്നിരിക്കുന്ന മറ്റ് കഴിവുകൾ, ആ കസേര ഡോക്ടർ നിർത്തിക്കാൻ കഴിയില്ല. സാഹചര്യം നിർത്തിക്കാൻ കഴിയും. അപ്പോ സാഹചര്യങ്ങളൊക്കെ ഒത്തു കിട്ടിയിട്ട് ഒരാൾ ചെയ്തില്ല, അതിന്റെ കുറ്റം പിന്നെ ആരതാണ്? അള്ളാഹു നമുക്ക് ആരോഗ്യം തന്നു, അള്ളാഹു നമ്മൾക്ക് പൈസ തന്നു, അള്ളാഹു തന്നെ ഹജ്ജിന് പോകാൻ തടസ്സമില്ലാത്ത നാട്ടിൽ നമുക്ക് താമസം തന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ താമസിപ്പിച്ചു. വീടിന്റെ പണി കഴിഞ്ഞിട്ടില്ല, മകന്റെ വീടിന്റെ പണിയുണ്ട്. ഇന്നാളൊരാൾ പറഞ്ഞു മൂപ്പർക്ക് വീടായി, മക്കൾ രണ്ടാണ്ട് ഇവർക്ക് രണ്ടാക്കും വീടായി. ഇനിയിപ്പോ മോൾക്ക് ഒരു വീടുണ്ടാക്കുന്നത്, അത് കൂടി കഴിയട്ടെ. ഇങ്ങനെയുണ്ട് ഹജ്ജിന് പോകാൻ. നമ്മുടെ നാട്ടിൽ കുറെ ആളുകൾ ഉണ്ടായി. മക്കൾക്ക് വിചാരിച്ചില്ല, മക്കളൊക്കെ നമ്മളെക്കാൾ സുഖകരമായി ജീവിക്കും, ഉറപ്പാണ്. മക്കൾ അതിനേക്കാൾ സന്തോഷത്തിൽ ജീവിക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ? നമ്മളാണ്. നമ്മളെ വാപ്പ ജീവിച്ചതിനേക്കാൾ സുഖത്തിൽ തന്നെ നമ്മൾ ജീവിക്കുന്നത് അല്ലേ? നിങ്ങൾ നോക്കി, വല്യപ്പ ജീവിച്ചതിനേക്കാൾ സന്തോഷമുള്ള ജീവിതമായിരിക്കും കിട്ടി വാപ്പാക്ക്. വാപ്പാനേക്കാൾ സുഖമുള്ള ജീവിതമാണ് ആർക്കും കിട്ടിയത്? നമുക്ക് കിട്ടിയത് അല്ലേ? അല്ലാഹു റബ്ബി. പഴയ കാലത്തുള്ള അവർ വിമാനം കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടില്ല. അതിന്റെ മുമ്പത്തെ ആൾക്കാർ ട്രെയിനിനെ പറ്റി കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടില്ല അല്ലേ? അപ്പൊ ഓരോ തലമുറയും കഴിയുമ്പോ ദുനിയാവ് കൂടി സൗകര്യങ്ങൾ കിട്ടും. നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടാൻ നിൽക്കണ്ട. ഇനിയിപ്പോ നമ്മൾ ഹജ്ജിന് കൂടി പോകാതെ മകന് വീടുണ്ടാക്കിക്കോ, അല്ലെങ്കിൽ പേരക്കുട്ടിക്ക് വീടുണ്ടാക്കിക്കോ. എന്നിട്ട് നമ്മള് മരിച്ചതിന്റെ 7ാമത്തെ ദിവസം ഇവർക്കത് മോഡലോ ഇവരെ കുളിച്ചുണ്ടാക്കരുത്. നമ്മൾ ഹജ്ജിന് കൂടി പോകാതെ വീൽക്കൂട്ടി ഉണ്ടാക്കിയിട്ട് എന്താക്കി വരുന്നത്? അപ്പൊ ഇവിടെയാണ് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കൊരു നിശ്ചിത സമയം എത്തുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ, മരിച്ചവരെ പറ്റി ആലോചന ഉണ്ടാവും, ജീവിച്ചിരിപ്പുള്ളവരെ പറ്റി ആലോചന ഉണ്ടാവും. ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരിച്ചു, മോലിക്കാരന്റെ ഭാര്യയും 2 മക്കളും. അപ്പൊ നാട്ടിലൊക്കെ സംസാരം, ഓ ആ പെണ്ണിന് ഇനി ആരാണ് അല്ലേ? ആളുകൾ എന്താ പറയുക? ആ കുട്ടികൾക്ക് ഇനി ആരാണത്? ചെറിയ മക്കളെ കുട്ടികളെ വാപ്പ് പോയി, അവർക്ക് ഇനി ആരാണത്? ഈ ഒറ്റക്ക് കബറിൽ കിടക്കണ ഇവനിക്ക് ഇനി ആരാണത് എന്ന് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ട്? എല്ലാവരും സംസാരം എങ്ങനെയുണ്ടായിരുന്നു? കോഴിക്കോട്ട് കൊടുക്കുന്ന അല്ലെ? ആ പെണ്ണിന് ഇനി ആരാണ്? ഭർത്താവ് പോയി, ആ കുട്ടികൾക്ക് ഇനി ആരാണ്? വാപ്പ് പോയി ഇല്ലേ? ഈ കബറിൽ ഒറ്റക്ക് കിടക്കണ ഇവനിക്ക് ഇനി ആരാണ് എന്ന ആലോചനകളുണ്ടോ? ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ ഒറ്റക്ക് കിടക്കേണ്ട കബറാകുന്ന വീട്ടിലേക്ക് തയ്യാറാക്കേണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഹജ്ജ്. ഇപ്പൊ ഒരാൾക്ക് അല്ലാഹു തആല സാമ്പത്തിക സാക്ഷി കൊടുത്തു. എന്താണ് ഈ സാമ്പത്തിക ശേഷി എന്നോട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോഴത്തെ രീതിയിൽ ഒരു ഹജ്ജിന്റെ കൂടി വന്നാൽ ഇപ്പൊ 40 ദിവസമാണ് ഹജ്ജിന്റെ ടൈം. സാധാരണഗതിയിൽ ഇപ്പൊ 1 മാസം. അപ്പൊ നമ്മൾ പോകാൻ വേണ്ടി നമ്മൾ തിരിച്ചെത്തി ഒരു 2 മാസം സമയം പറയാം. 2 മാസം നമ്മൾ നാട് വിട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് മക്കത്തുൽ മുകറമയിലും മദീന മുനവ്വറയിലും എത്തി ഹജ്ജ് ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന പണം നമ്മുടെ കയ്യിലുണ്ട് അല്ലെ? 2, നമ്മൾ തിരിച്ചെത്തുന്നത് വരെ നമ്മുടെ ഭാര്യ, മക്കൾ ആരാണെങ്കിൽ നമ്മൾ ചെലവ് കൊടുക്കാൻ നിർബന്ധമായ ആളുകൾ, അതിനുള്ള ചെലവിന്റെ പൈസ ഇവിടെ അതുപോലെ വീട്ടിലുണ്ട്. എനിക്ക് ഹജ്ജ് നിർബന്ധമായി. നമ്മളൊരു വലിയ ബിസിനസ്സുകാരൻ പറഞ്ഞു, ഉസ്താദെ കടം വീടി കിട്ടണ്ടേ, പിന്നെ എങ്ങനെ ഹജ്ജിന് വന്നു? ഓന്റെ കടം വരുമ്പോളം വീടും. വലിയൊരു ബിസിനസ് നടത്തുന്ന ആളാ, അയാൾ പറയുകയാണെങ്കിൽ
കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് എന്താക്കണം, അവിടുത്തെ ഒരു ലോഡ് സാധനം മറ്റോടത്ത് വേറൊരു ലോഡ് സാധനം ഇറക്കി ഈ ലോഡ് സാധനം വിറ്റിട്ടല്ലേ പിന്നെ പൈസ കൊടുക്കരുത്. ഇതിങ്ങനെ വിൽക്കണമാക്കണതും ഇത് കടത്തിയോ. നമ്മൾ ന്യായം കണ്ടെത്താൻ നിൽക്കാനല്ല, പോകാൻ പറ്റുമോ എന്ന ആലോചനയാണ് വേണ്ടത്. പണ്ടൊരാൾ പറഞ്ഞല്ലോ എന്റെ കച്ചവടത്തിന് സക്കാത്തില്ല, അപ്പൊ അതിന്റെ മുതലിനല്ലേ സക്കാത്തില്ല, അപ്പൊ ലാഭം കൊണ്ടാ കച്ചവടം ചെയ്തത്. മുതലൊക്കെ എന്തായി? 5 കൊല്ലം കച്ചവടം ചെയ്തിട്ട് ഏതെടുത്തു? മുതലെടുത്ത്. ഇപ്പൊ കച്ചവടം എന്തുകൊണ്ടാ? ലാഭം കൊണ്ടാണ്. മുതലിനല്ലേ സക്കാത്ത് കൊടുക്കല്ലോ. ന്യായം കണ്ടെത്താൻ നിൽക്കണ്ട. വിവിധങ്ങളായ ന്യായങ്ങൾ കണ്ടെത്തി പോകാതിരിക്കലില്ല. എങ്ങനെയുണ്ട് പോകാൻ, അതാണ് നോക്കേണ്ടത്. അപ്പൊ ഒരാൾക്ക് അവന്റെ നാട്ടിൽ 2 മാസം, ഇപ്പോഴത്തെ ഒരു കണക്ക് പറഞ്ഞാൽ നമുക്ക് ഹജ്ജിന് 2 മാസം, ഈ 2 മാസത്തെ യാത്ര, ഭക്ഷണം, അവിടെ പോയി താമസം, അതിനൊക്കെയുള്ള പണം കയ്യിലുണ്ട്. നമ്മൾ തിരിച്ചെത്തുന്നത് വരെ കുടുംബം പട്ടിണിയാകാതെ പോകാനുള്ള പണം അതിവിടെ അതുകൊണ്ട് സാധനം ഒരു ഹജ്ജ് നിർബന്ധമായി. അപ്പൊ ഓരോരുത്തരും അറിയണം, എനിക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ടോ? നിർബന്ധമാകുന്ന രീതികൾ പല രൂപത്തിലാണ്. നിങ്ങളെ കോഴിക്കോട് ഇപ്പൊ ഇവിടെ ഒരു 3 സെന്റ് സ്ഥലവും നല്ലൊരു വീടും അത്യാവശ്യം എത്ര റുപ്യ ആവശ്യമായി? കച്ചവടത്തിനല്ല, ഞാൻ വിവരം പറഞ്ഞു. കുറച്ച് കാശ് വരുമോ അല്ലേ? 10-60 ലക്ഷം റുപ്യ അല്ലേ? ഞാൻ താമസിക്കുന്നത് എന്റെ നാട്ടില് 40 സെന്റ് സ്ഥലത്താണ്. നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? അപ്പോ എന്റെ 40 സെന്റ് സ്ഥലത്ത് നിന്ന് ഒരു ലേശം ഒരു 3 സെന്റ് എന്റെ അയൽവാസിക്ക് ആവശ്യമുണ്ട്. ഞാൻ ആ 3 സെന്റ് ഇപ്പൊ അയാൾക്ക് കൊടുത്താൽ തീർച്ചയായും സാധാരണഗതിയിൽ വിൽക്കുമ്പോ 1 സെന്റിന് 2 ലക്ഷം കിട്ടുള്ളൂ. ഇപ്പത്തെ ഒരു വില അനുസരിച്ചുള്ളതാണ് ഞാൻ താമസിക്കുന്നത്. അതേസമയത്ത് ഈ 3 സെന്റ് കൊടുക്കായതുകൊണ്ട് അതിന് ചിലപ്പോൾ ഒരു 9 ലക്ഷം രൂപ. ആ 3 സെന്റ് സ്ഥലം ആണ് കൊടുത്താൽ എനിക്കും എന്റെ ഭാര്യയ്ക്കും സുഖമായിട്ട് ഹജ്ജ് ചെയ്യാം. ബാക്കിയുള്ള 37 സെന്റ് ഞങ്ങൾക്ക് താമസിക്കാൻ ഇവിടെ എമ്പാടും ബാക്കിയുണ്ട്. ഹജ്ജ് നിർബന്ധമാകുമല്ലേ? അതുകൊണ്ട് അതിന് ഈ 3 സെന്റ് കൊടുക്കാൻ തോന്നുന്നില്ല. ഈ 3 സെന്റ് വിൽക്കാൻ തോന്നും. അതേസമയത്ത് നിങ്ങൾ 3 സെന്റും ഒരു വീടും അതിനോട് 60 ലക്ഷം രൂപ ഒരു ഹജ്ജ് നിർബന്ധമാകും. ഇല്ല, ആവൂല. എന്തുകൊണ്ട്? വനിതയിലേക്ക് താമസിക്കാൻ സ്ഥലമില്ല. അപ്പൊ ഓരോരുത്തരും ആപേക്ഷികമായി നോക്കണം, എന്റെ ഹജ്ജ് നിർബന്ധമാകുമോ? എല്ലാവരും കൊച്ചി ടൗണിൽ താമസിക്കുന്നവരും കോഴിക്കോട് ടൗണിൽ താമസിക്കുന്നവരും ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നവരും ഒരുപോലെ കണക്കാക്കിയാൻ പറ്റില്ല. ഹജ്ജ് നിർബന്ധമാകുന്ന ആവശ്യം എന്ന് പറഞ്ഞാൽ അവരവരുടെ ചെലവ്, 2 മാസത്തെ ചെലവ് നാട്ടിൽ പോയി ഹജ്ജിന് പോയി വരാൻ. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ചെലവ് കൊടുക്കാൻ ആർക്കാ നിർബന്ധം? ഉമ്മയും വാപ്പയുണ്ടോ? അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണം. ഭാര്യയുണ്ടോ? അവർക്ക് ഭക്ഷണം കൊടുക്കണം. പ്രായപൂർത്തിയാകാത്ത മക്കളുണ്ടോ? അവർക്ക് ഭക്ഷണം കൊടുക്കണം. അത് നമ്മുടെ കടമയിൽപ്പെട്ടതാണ്. നമ്മൾ 2 മാസത്തെ യാത്രക്കും വീട്ടിലുള്ളവർക്ക് ചെലവിനുള്ള പണം ഒരാളെ കയ്യിൽ ഉണ്ടെങ്കിൽ ബാക്കി വരുന്ന സംഖ്യ കൊണ്ട് അയാൾ ഹജ്ജിന് പോയേ മതിയാകും. അത് ജീവിതത്തിൽ ഒരിക്കലാണ് നിർബന്ധം. ആ ഒരിക്കലുള്ള നിർബന്ധം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അവന് സൗകര്യപ്പെടുമെങ്കിൽ ആവർത്തിച്ചു പോകുന്നതിന് കുഴപ്പമില്ല. ഇതാണ് ഹജ്ജിന്റെ ഒരു പഠനത്തിൽ ഏറ്റവും പ്രധാനം. ഇങ്ങനെ ഒരാൾക്ക് പണവും സാഹചര്യവും ആരോഗ്യവും ഒക്കെ അള്ളാഹു തആല കൊടുത്തു. ഒരു പെണ്ണ് ഭർത്താവും ഓളും കൂടി പോകാൻ ഒന്നും നോക്കേണ്ടതില്ല. അതേ സമയത്ത് ഭർത്താവ് മരണപ്പെടുകയോ ഭർത്താവിന് ആരോഗ്യമില്ലാതെയോ വിഷമിക്കുന്ന ഒരു പെണ്ണാണ്. ഓൾക്ക് ഹജ്ജ് നിർബന്ധമാകണമെങ്കിൽ എന്ത് വേണം? അവളെ സഹായിക്കാൻ ഒരു പക്ഷെ ആരെ കൊണ്ടുപോകണം? ആങ്ങളെ കൂടെ കൊണ്ടുപോകണം. അതല്ലെങ്കിൽ ഒരു സ്ത്രീ സംഘം പോകുമ്പോൾ വിശ്വസ്തരായിരിക്കുന്ന സംഘത്തിൽ പോകാനുള്ള സൗകര്യം വേണം. അപ്പൊ ആ സാഹചര്യവും കൂടി പരിഗണിച്ചുകൊണ്ടാണ് പെണ്ണിന് ഹജ്ജ് നിർബന്ധമാകുന്നത്. ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും വിശ്വാസിനികൾക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഹജ്ജ് നിർബന്ധമാകുമ്പോൾ
സാഹചര്യങ്ങൾ ഒത്തിണങ്ങിയിട്ട് നമ്മൾ കാരണം പറഞ്ഞു. പിന്നെ 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 ആ പിന്തിക്കലിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, അങ്ങനെ പിന്തിച്ച് ഹജ്ജ് ചെയ്യാൻ കഴിയാതെ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ ഫലാ ഉബാലി അൻ യമൂത നസ്റാനിയൻ ഔ യഹൂദിയ ഔ കമാ ഖാല, അവൻ ഒരു ക്രിസ്ത്യാനിയോ ജൂതനോ ആയി ചത്തുപോകുന്നത് എനിക്ക് പ്രശ്നമേ അല്ല. അത്ര ഗൗരവത്തിലാണ് ഭാഷ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കണം. അല്ലാഹു കാത്തുരക്ഷിക്കണം. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, സാഹചര്യം നിങ്ങൾക്ക് ഒത്തു കിട്ടിയോ എന്നാ വേഗം പോയി ആറ്റി. പിന്നെ പെരപ്പണി പൂർത്തിയായിട്ടില്ല, മോന് കല്യാണം വന്നിട്ടില്ല, മോളെ ഗർഭാണ്, പ്രസവിച്ചിട്ടില്ല, ഈ വക ന്യായങ്ങളൊന്നും പറയാതെ കാണാം. നമ്മൾ അടുത്തുണ്ടായാൽ മോള് വേഗം പ്രസവിച്ചു, മോളെ കണ്ടിച്ച വരേന് നമ്മളെ വരേക്ക് കൊണ്ടു, അല്ലെങ്കിൽ നമ്മളെ വരേന് ഭർത്താവിന്റെ അടുത്ത് കണ്ടു പറഞ്ഞു എന്നാ വേഗം പ്രസവിച്ചു. നമ്മൾ അത്തരം ന്യായങ്ങളെന്ന് പറഞ്ഞു നിൽക്കാൻ പിന്നെ എന്ത് വേണം? സാഹചര്യം ഒത്തു കിട്ടിയാൽ വേഗത്തിൽ പോയി ചെയ്യണമെന്ന് മുഹമ്മദ് മുസ്തഫ. മറ്റൊരു കാര്യം, ഹജ്ജിനെ പ്രേരിപ്പിച്ചുകൊണ്ടും ഹജ്ജിന്റെ ആശയത്തെ പഠിപ്പിച്ചുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഇബാദത്തിനും ഇല്ലാത്ത പ്രത്യേകത പറഞ്ഞു. ഒന്നിന് 10 പ്രതിഫലം, ഒന്നിന് 27 പ്രതിഫലം, ഇങ്ങനെയൊക്കെ വാഗ്ദത്തം ചെയ്തപ്പോൾ ഹജ്ജിന്റെ വിഷയം വന്നപ്പോൾ നബി മുഹമ്മദ് മുസ്തഫ അൽ ഹജ്ജുൽ മബ്റൂർ, അല്ലാഹു തആല സ്വീകരിക്കുന്ന തരത്തിലുള്ള ഹജ്ജ് ചെയ്താൽ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗപ്രവേശം കൊടുക്കലല്ലാതെ മറ്റൊരു തടസ്സവുമില്ല. അത്ര പ്രധാനമാണ് ഹജ്ജ്. അല്ലാഹു ഭാഗ്യം തരണം. ഇവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലും ജുമുഅക്ക് നമ്മളെ പള്ളികളിൽ ഓതുന്ന സൂറത്തുൽ ജുമുഅയും സൂറത്തുൽ മുനാഫിഖൂനും, അതിൽപ്പെട്ട സൂറത്തുൽ മുനാഫിഖൂനയുടെ 11ാമത്തെ ആയത്ത് പറയുന്നുണ്ട്. അതെന്താണ് പറയുന്നത്? മരണാസന്നമാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു തരം വെപ്രാളം, ഒരു തരം ബേജാർ, ഒരു തരം ഒച്ചപ്പാട്. നമ്മളിപ്പോ ഒരു സംഗതി ചെയ്തിട്ട് അബദ്ധമായി പോയല്ലോ, അല്ലെ? അബദ്ധമായി പോയല്ലോ. ചെറിയ സംഗതി പറയാം. ഒരു സ്കൂട്ടിമ പോകാണ് ഒരു പെണ്ണ്, ഒരു സ്കൂട്ടറിമ പോകാണ് ഒരു ചെറുപ്പക്കാരൻ. പക്ഷെ അവ ഏത് മറന്നുപോയി? ഏത് മറന്നു? ഹെൽമെറ്റ് മറന്നു, അല്ലേ? അതേ സമയത്ത് ഇപ്പൊ വണ്ടി ഇങ്ങനെ ഓടിച്ചാൽ പോകുമ്പോ പോലീസ് വണ്ടി നിർത്തിയിട്ട് കൈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തൽക്കാലം ഒരു വെപ്രാളം വന്നോ വന്നിന്, അല്ലേ? ഒരു വെപ്രാളം വന്നോ വന്നിന്. ഇത് ഏറ്റവും ചെറിയ ഒരു സംഗതി ഓർമ്മപ്പെടുത്തിയതാണ്. ഹെൽമെറ്റ് മറന്നിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോ പെട്ടെന്ന് പോലീസുകാരന് കൈ കാണിക്കുന്നത് കാണുമ്പോ നമുക്ക് തൽക്കാലം ഒരു വെപ്രാളം ഉണ്ടാകും. ഇങ്ങനെ അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത ആർക്കും ഒരു വെപ്രാളം. എന്നാൽ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിനെ കാണുന്ന സമയത്ത് വെപ്രാളപ്പെടുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അട്ടഹാസിച്ച് വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാരാ? നമ്മളെ കാഴ്ചയിൽ അയാൾ ബോധമില്ലാതെ കണക്കാണ്, പക്ഷെ അയാളെ മനസ്സ് ഉള്ളിൽ കിടന്നിട്ട് തളച്ചു മറിയാണ്. പാമ്പ് കടിച്ച് മരിക്കാണല്ല, അയാൾക്ക് യാതൊരു ബോധമല്ല, പക്ഷെ അയാളെ മനസ്സിന്റെ ഉള്ളിൽ അസ്റായീൽ അലൈഹിസ്സലാമിനെ കാണുമ്പോൾ മനസ്സ് തളച്ചു മറിയുകയാണ്. ഒരാൾക്കും അടക്കി വെക്കാൻ പറ്റാത്ത രീതി. അങ്ങനെ ഒരു വല്ലാത്തൊരു ദുരവസ്ഥയിൽ കടന്നുകൊണ്ട് വെപ്രാളപ്പെട്ടിട്ടുള്ള മരണം അതായിരിക്കാണ് വരുന്നത്. 2 കൂട്ടർക്കാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തിക ശേഷി കൊടുത്തു. ആ സാമ്പത്തിക ശേഷി കൊടുത്തപ്പോൾ കൊടുത്ത റബ്ബ്, പണം കൊടുത്തിരിക്കുന്ന റബ്ബ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ഈ പണത്തിന് ദിവസം സക്കാത്ത് കൊടുക്കണം. മാസം സക്കാത്ത് കൊടുക്കണം. മാസം കൊടുക്കണ്ട. 6 മാസം കൊടുക്കണ്ട. നമ്മുടെ കയ്യിലുള്ള പണം സക്കാത്തിന്റെ കണക്കെത്തിയിട്ട് 1 കൊല്ലം
പിന്നെ അടുത്ത കൊല്ലം അതേ പ്രകാരം കണക്ക് പൂർത്തിയായില്ലെങ്കിൽ ഇങ്ങനെയാണ് സക്കാത്ത് വെച്ചിട്ടുള്ളത്. മാസം മാസം വാടക കൊടുക്കണ പോലെ കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊല്ലത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ എണ്ണം പൂർത്തിയാക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ തൂക്കം പൂർത്തിയാക്കുമ്പോൾ ഓരോന്നിന്റെ സക്കാത്ത് ഓരോ രീതിയിലാണ്. അങ്ങനെ കൊടുക്കാൻ നിശ്ചയിച്ച് നിന്റെ കയ്യിൽ അല്ലാഹു തആല 1,00,000 രൂപ അല്ലേ? അല്ലാഹു റബ്ബി, നമ്മൾ ഡെപ്പോസിറ്റ് വെച്ചിരിക്കുന്ന 1,00,000 എത്രയായി? ഒരു കൊല്ലം ഡെപ്പോസിറ്റ് കണ്ടു. 1,00,000 പാവങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ കൊടുക്കേണ്ടത്? 1,00,000ന്റെ 2.5% അല്ലേ? 1,00,000ന്റെ 2.5% എത്ര വരും? 250. ഞാൻ വിചാരിച്ചു നാളെ സക്കാത്ത് കണക്ക്. എങ്ങനെ സക്കാത്ത് കണക്കൂട്ടിയത്? സ്വത്ത് മുഴുവൻ ദുബായി, കണക്കൂട്ടുന്ന പൈസ പോയിട്ട് ഇന്ത്യ. അപ്പൊ 1,00,000 ദിർഹംസ് എവിടെ ഉണ്ട്? ദുബായിലുണ്ട്. അപ്പൊ ഇവിടെ എത്ര കൊടുക്കണം? 2,500 കൊടുക്കണം. 1,00,000 എവിടെ? 1,00,000 ദുബായി. സക്കാത്ത് കൊടുക്കാൻ നോക്കുമ്പോ പൈസ കൊടുക്കുന്നത് എവിടേക്ക്? ഇങ്ങോട്ട്. അപ്പൊ 1,00,000 അവിടെ, 2,500 ഇവിടെ. ചോനെ പറ്റിച്ചാൻ വേണ്ടി നിൽക്കണ്ട. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഓർമ്മപ്പെടുന്നത് 1,00,000 രൂപ. ഉദാഹരണം, നമ്മുടെ കയ്യിൽ 1,00,000 രൂപ ഉണ്ടെങ്കിൽ എല്ലാ മാസവും 2,500 കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, 12 മാസം കൊടുക്കാൻ പറഞ്ഞില്ല. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം നിന്റെ 1,00,000ത്തിൽ നിന്ന് 2.5% 2,500 നിന്റെ വീട്ടിലും നാട്ടിലും കുടുംബത്തിലും പരിസരത്തും ഏറ്റവും അർഹതപ്പെട്ട കഷ്ടപ്പെടുന്ന ഫുഖറാ മസാകീൻ അവർക്ക് കൊടുക്കണം. കടം കൊണ്ട് വലിഞ്ഞവർ അവർക്ക് കൊടുക്കണം. പൊതുവിശ്വാസിയായി വന്നവർ കൊടുക്കണം, അല്ലേ? അപ്പൊ നിന്റെ സക്കാത്തിനെ അല്ലാഹു തആല അത്രയാണ് പഠിപ്പിച്ചത്. മാസം മാസം ദിവസം ദിവസം കൊടുക്കാത്ത, വർഷത്തിൽ ഒരിക്കൽ ഒരാളുടെ അടുത്ത് കണക്കെത്തിയിട്ട് ഒരു കൊല്ലം പൂർത്തിയായിട്ടുണ്ടാകുമ്പോ അതിനാ കൊടുക്കണം. അങ്ങനെ കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന പണം ഒരാൾ കൊടുത്തില്ല, കൊടുക്കാൻ തോന്നുന്നില്ല. 2,500 കൊടുക്കാൻ വേണ്ടി നാളെടുത്ത്, പക്ഷെ കൊടുക്കാൻ തോന്നിയില്ല. കൊടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ കൊടുക്കാൻ തോന്നിയില്ല. കൊടുത്തോ? അങ്ങനെ എത്ര കൊല്ലത്തെ സക്കാത്തുണ്ട് ഒരാളെ കയ്യിൽ? അല്ലാഹു റബ്ബി, അയാളെ കച്ചവടം ചെയ്ത ഉഷാറായി നന്നായി നന്നായി വന്ന് സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ടില്ല 10 കൊല്ലം. ഈ 10 കൊല്ലത്തിനൊക്കെ സക്കാത്ത് കൊടുത്തോ? കൊടുത്തില്ല. ഇപ്പൊ കച്ചവടം ഇങ്ങനെ പൊടി പൊടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വേദന. ആ വേദന കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു വന്നപ്പോ ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്ത ശേഷം ഒരു ബ്ലീഡിങ്, ആള് കാര്യം എന്റെ കൂടി 1 മണിക്കൂർ. ആ ആള് എങ്ങനെയാണ് മരിക്കുന്നത്? സക്കാത്ത് കൊടുക്കാതെയാണ് മരിക്കുന്നത്. അയാളെ മരണമാസന്നമാകുന്ന സമയത്ത് അയാളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന അയാളെ വെപ്രാളം പോലത്തെ വെപ്രാളം ഒരാളെ മരണത്തിന് പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം? അയാൾ വെപ്രാളപ്പെട്ട് ബേജാറായിട്ട് അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കും, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. കുറച്ചോനെ എന്റെ റൂഹ് ഇപ്പൊ പിടിക്കല്ലേ, കുറച്ചൊരു താമസം, 2 ദിവസം. കുറച്ചോനെ 1 ദിവസം എന്നെ ഒന്ന് പിന്തിച്ചുകൊണ്ടാ, ഞാൻ സക്കാത്ത് കൊടുത്തോളാം, ഞാൻ പാപങ്ങളെ സഹായിച്ചോളാം. അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ അതിന് യാതൊരു ഫലവും ഇല്ല. നിങ്ങൾ ചെലവഴിക്കണം, മിമ്മാ റസഖനാക്കും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന്. അല്ലാഹു തആല പറഞ്ഞത് നിങ്ങൾക്ക് ഓരോന്നും നാം നൽകിയത്, അതിൽ നിങ്ങൾ ചെലവഴിക്കണം. മരണം നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പ് നിങ്ങൾ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ മരണവെപ്രാളത്തിൽ കടന്ന് പറയും, കുറച്ചോനെ കുറച്ചുകൂടി ആയുസ് ഉയർത്തിക്കൊണ്ട അങ്ങനെ നീ ചെന്നാലോ, ഞാൻ സക്കാത്ത് കൊടുത്തോളാം. എത്ര കൊടുക്കേണ്ടത്? 2 ഞാൻ 10 കൊടുത്തോളാം. പക്ഷേ ഈ വിളിച്ചു പറയലൊക്കെ നടക്കുമ്പോൾ സമയം എത്തിക്കഴിഞ്ഞാൽ 1 സെക്കൻഡ്, 1 മൈക്രോ സെക്കൻഡ് പിന്തിക്കാനും ഒത്തിക്കാനുമില്ല. രണ്ടാമത്തെ ഒരാൾ
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിൽ തഫ്സീറിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഫഅസ്സദഖ, ഞാൻ സദഖ കൊടുത്തോളാം എന്നിങ്ങനെ മരണവെപ്രാളത്തിൽ വിളിച്ചു പറയുന്ന ആളാരാ? സകാത്ത് കൊടുക്കാതെ പിന്തിച്ചു വെച്ച ആൾ. അയാൾക്ക് മരണാസന്ന സമയത്ത് ഉണ്ടാകുന്ന ബേജാറും വെപ്രാളവും അത് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതല്ല. അത്ര ഗൗരവമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കണം. അപ്പൊ നമ്മൾ ആരും ഓർക്കണം, സക്കാത്ത് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രൂപത്തെ നിർബന്ധമാക്കുന്നുള്ളൂ. എല്ലാവർക്കും സക്കാത്ത് നിർബന്ധമില്ലല്ലോ, ദിവസം കൊടുക്കേണ്ട നിർബന്ധമില്ലല്ലോ. സക്കാത്ത് നിർബന്ധമായ ശേഷം അത് കൊടുക്കാതെ പിന്തിച്ചവർ, കൊടുക്കാനുള്ള മനസ്സ് വരാൻ നമ്മൾ പണം സൂക്ഷിച്ചു വെച്ചു. രണ്ടാമത് ഇതിൽ ഓർമ്മപ്പെടുന്നത് ആ ആയത്തിന്റെ രണ്ടാമത്തെ പാർട്ട് എന്താണ്? അടുത്ത സമയം എന്നെ ഒന്ന് പിന്തിച്ചു തരുമോ? എന്നെ ഏൽപ്പിച്ചത് ഞാൻ സക്കാത്ത് ചെയ്യാതെ കൊടുക്കാതെ കെട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന മുതലുണ്ടല്ലോ, ഞാൻ കൊടുത്തോളാം. പിന്നെ പറയുന്നത് എന്താ? ഞാൻ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നോളാം. അതേതാണ് ആള്? അത് വിളിച്ചു പറഞ്ഞാൽ മരണവെപ്രാളത്തിൽ കഠോരമായി മരണവേദനയിൽ കണ്ട് പ്രയാസപ്പെടുന്ന രണ്ടാമത്തെ ആളാരാ? ഹജ്ജ് നിർബന്ധമായിട്ട് ചെയ്യാത്ത ആളാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഖുർആൻ വ്യാഖ്യാനം പറയുന്ന മഹാന്മാരിൽ ഏറ്റവും പ്രധാനിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളിൽ ചേർന്നോളാം എന്ന് വിളിച്ചു പറയുന്ന ആളായിരിക്കും. ഞാൻ ഹജ്ജ് ചെയ്തോളാം. ഹജ്ജിന്റെ സമയമായിട്ട് ചെയ്യാതെ അയാൾ മരണവിപ്രാളത്തിൽ കിടക്കാം. അപ്പൊ ഇങ്ങനെ വിളിച്ചു പറയാണ് റബ്ബിനോട്, കുറച്ചോനെ ഇക്കൊല്ലം തന്നെ പോയിക്കോളാം. ഒരു കൊല്ലം കൂടി ആയുസ് കൊണ്ട റബ്ബേ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കണം. ഇത് ഖുർആന്റെ നസ്സാണ്. ഖുർആൻ നേരം പറഞ്ഞ കാര്യമാണ്. അപ്പൊ അതാണ് രണ്ടും നമ്മൾ നോക്കണം. സക്കാത്ത് കൊല്ലത്തിൽ ഒരിക്കൽ കൊടുത്താൽ മതി, അല്ലെ? ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. ഇത്രയാണ് നിർബന്ധമാക്കി. എന്നിട്ട് അല്ലാഹു തആല പണം, ആരോഗ്യം, സൗകര്യം ഒക്കെ കൊടുത്തിട്ട് ചെയ്യാത്ത ആൾ മരണവെപ്രാളത്തിൽ ദുരിതം അനുഭവിക്കേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കണം. പിന്നെ മരണാനന്തരമുള്ള ലോകത്തിന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അപ്പൊ മുഅ്മിനുകളെ, അല്ലാഹുവിന്റെ ഖുർആൻ വഅൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കണം. മിമ്മാ റസഖനാകും, നാം നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചതില്ല. മിൻ ഖബ്രി അൻ യഅതിയ അഹദകുൽ മൗത്ത്, മരണവെപ്രാളത്തിൽ നിങ്ങൾ വീഴുന്നതിന് മുമ്പ്. അങ്ങനെ ചെയ്യാത്ത ആദ്യം മരണവെപ്രാളത്തിലേക്കാണ് കടന്നിട്ട് അട്ടഹാസിച്ച് ആകെ ബേജാറിന്റെ പ്രയാസത്തിൽ അകപ്പെട്ടുകൊണ്ട് പടച്ചോനെ വന്ന് പിന്തിക്കുമോ? ഞാൻ സക്കാത്ത് കൊടുത്തോളാം. ഞാൻ ഹജ്ജിന് പോയിക്കോളാം. അവിടെ പിന്നെ ഖുർആൻ ഓർമ്മപ്പെടുന്നത് ആ പറച്ചിൽ കൊണ്ട് യാതൊരു ഫലവും കിട്ടുകയില്ല. എന്തുകൊണ്ട്? ഇലാ അജലിൻ കരീം, ഒരാൾക്ക് അവധി എത്തിയ സമയമെത്തിയാൽ ഒരു മിനിറ്റ് അയാളെ പിന്തിക്കുന്ന പ്രശ്നമില്ല. അല്ലാഹു തആല നമുക്കൊക്കെ ഖൈറിന്റെ വഴി തുറന്നു തരും. അല്ലാഹുവേ, ഞങ്ങൾക്ക് ശേഷിയും അതനുസരിച്ചുള്ള മനസ്സും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അപ്പൊ ഹജ്ജിന്റെ ഒരു പ്രാഥമിക ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതെന്താണ്? ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഹജ്ജ് നിർബന്ധമാകാൻ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട 2 മാസം അയാൾക്ക് യാത്രക്കും പോക്കലും വരവിനും അവിടെയുള്ള ചെലവും കാര്യങ്ങളും ഒക്കെ. അദ്ദേഹം തിരിച്ചെത്തുന്നത് വരെയുള്ള ഒരു 2 മാസം നാട്ടിലുള്ള കാര്യങ്ങൾക്ക് ഈ സാഹചര്യം ഒത്തിണങ്ങിയിരിക്കുന്ന ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമായി. അങ്ങനെ ഹജ്ജ് നിർബന്ധമാകുമ്പോൾ പോകാൻ തയ്യാറായാൽ ഹബീബുന മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹജ്ജ് എങ്ങനെയാണ്? മക്കത്തുൽ മുകറമ. നമ്മളിപ്പോ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്ന ആളുകൾ കോഴിക്കോട് ഹജ്ജ് ഹൗസിൽ നിന്ന്
ഹജ്ജിന് ഇഹ്റാം ചെയ്യും അല്ലേ? കോഴിക്കോട് ഹജ്ജ് ഹൗസിൽ നിന്ന് ഇഹ്റാം ചെയ്യും. എത്ര കിലോമീറ്റർ ദൂരെയാണ് മക്ക? കോഴിക്കോട് നിന്ന് വിമാനം കയറിയാൽ 4300 കിലോമീറ്റർ യാത്ര ചെയ്യണം. അവിടെയാണ് മക്ക. അപ്പൊ നിങ്ങൾ കണ്ടോ, അത്രയും ദൂരെ നിന്ന് അല്ലാഹു തആല നമ്മുടെ ശരീരം, നമ്മുടെ വസ്ത്രം, നമ്മുടെ മനസ്സ് ഇതൊക്കെ ഏതിലേക്ക് തയ്യാറാക്കാണ്? കഅബ ശരീഫിലേക്ക് തയ്യാറാക്കാണ്. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ബാങ്ക് കൊടുക്കണമെങ്കിൽ അരമണിക്കൂർ മുമ്പ് ഒരുങ്ങണം. വേണോ? വേണ്ട. അതേസമയത്ത് ഹജ്ജിന്റെ ഒരുക്കം കണ്ടങ്ങൾ 4300 കിലോമീറ്റർ മക്കത്തേക്കുണ്ട്. കോഴിക്കോട് നിന്ന് കയറിയാൽ നമ്മൾ എത്ര സമയമാണ് യാത്ര ചെയ്തെത്താൻ? ചുരുങ്ങിയത് 8 മണിക്കൂർ. ഒരു 4-4.5 മണിക്കൂർ വിമാനത്തിൽ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇല്ലേ? അപ്പൊ ഒരു പകുതി ദിവസത്തിന് മുമ്പ് എങ്ങനെ ഒരുങ്ങണം? മനസ്സുകൊണ്ട് ഒരുങ്ങണം, വസ്ത്രം കൊണ്ട് ഒരുങ്ങണം, ശരീരം കൊണ്ട് ഒരുങ്ങണം. അയാളെ കണ്ടാൽ തന്നെ ആളുകൾക്ക് തോന്നണം ഇയാൾ ഹജ്ജിന് പോകുന്ന ആളാണ്. ഹജ്ജിന് പോകുന്നവരുടെ മനസ്സിൽ തോന്നണം ഞാൻ ഹജ്ജിന് പോവാണ്, ഞാൻ അല്ലാഹുവിന്റെ കഅബ ശരീഫിലേക്ക് പോവാൻ. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഹജ്ജിന്റെ നിയ്യത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അതിന്റെ എല്ലാ മാറ്റങ്ങളും കാണാം. ഹജ്ജിന് ഒരുങ്ങുന്നവനാണ്. എന്ത് ചെയ്യണം? അയാൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന നിയ്യത്തിൽ ഒന്ന് നഖമുറിക്കണം. ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന നിയ്യത്തിൽ ഒന്ന് താടി നന്നാക്കണം. ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന നിയ്യത്തിൽ അയാളെ ശരീരം വൃത്തിയാക്കണം. ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്നു എന്ന നിയ്യത്തിൽ അയാൾ കുളിക്കണം. ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്നു എന്ന നിയ്യത്തിൽ അയാൾ ഡ്രസ് മാറ്റണം. ഏതെങ്കിലും കുപ്പായപ്പെട്ട് കാര്യമില്ല. ഒരു മുണ്ട് കൊടുക്കും, ഒരു മുണ്ട് പുതക്കുകയും ചെയ്തുകൊണ്ട് ഒരു ഹജ്ജിന്റെ ആളാകും. അങ്ങനെയാണെങ്കിൽ ആദ്യമൊക്കെ എപ്പോഴും ഇളാവിലാവും. നമ്മൾ ഹജ്ജിന് മുമ്പത്തെ ഇഹ്റാമിന് മുമ്പ് നഖം മുറിക്കുമ്പോൾ ഞാൻ മക്കത്തേക്കുള്ള പോക്കാണ്. ആ നിയമത്തിൽ കുറിക്കണം. കുളിക്കുമ്പോൾ ഞാൻ മക്കത്തേക്കുള്ള ഒരുക്കത്തിന്റെ കുളിയാണ്. ആ നിയമത്തിൽ കുളിക്കണം. ഒരു പെണ്ണായാലും ആണായാലും ഡ്രസ് മാറ്റുമ്പോൾ ആ ഡ്രസ് ധരിക്കുന്ന സമയത്ത് ബിസ്മില്ലാ ഞാൻ കഅബ ശരീഫ് കാണാനുള്ള ഡ്രസ്സാണ്. ആ നിയ്യത്തിൽ അവിടെ നിസ്കരിക്കണം. ആ നിസ്കരിക്കുമ്പോൾ ഇഹ്റാമിന്റെ നിയ്യത്തിൽ, അതായത് കഅബം കാണാനുള്ള നിയ്യത്തിൽ, കഅബ ശരീഫ് തവാഫ് ചെയ്യാൻ ആ നിയ്യത്തിൽ നിസ്കരിക്കണം. ഒക്കെ കഅബത്തിലേക്ക്, നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ കഅബത്തിലേക്ക്. എന്നിട്ട് നമ്മൾ നിയ്യത്ത് ചെയ്ത് കഴിയുമ്പോൾ ഹജ്ജിന് ഉംറക്ക് നിയ്യത്ത് ചെയ്യുമ്പോൾ ഒരു ദുആ ഉണ്ട്. വല്ലാത്തൊരു ദുആയാണ്. അല്ലാഹുമ്മ ലക വഹദ്ദിമു നഫ്സി വശഅരി വബശരി വലഹ്മി വദമി ഫഹദ്ദിംഹാ അലന്നാർ. മുത്തനബിയുടെ ദുആയാണ്. എന്താണ് ആ ദുആയിലൂടെ അല്ലാഹുവേ എന്റെ ശരീരം, എന്റെ രക്തം, എന്റെ മാംസം, എന്റെ മജ്ജ, എന്റെ മുടി, എന്റെ രോമം, എന്റെ തൊലി എല്ലാം ഹജ്ജിൽ പ്രവേശിച്ചു. ഫഹദ്ദിംഹാ അലന്നാർ. ഇതൊക്കെ നരകത്തിൽ നിന്ന് ഹറാമാക്കി തരണേ അല്ലാഹ്. അതാണ് ആദ്യത്തെ ദുആ. ഇഹ്റാമിന് നിയ്യത്ത് ചെയ്താൽ ചെയ്യുന്ന ദുആകൾക്കൊക്കെ ഉത്തരമുണ്ട്. ആദ്യത്തെ ദുആയാണ്. ആ ദുആ നിയ്യത്തോട് കൂടെ ചേർത്ത് അല്ലാഹുമ്മ ലക വഹദ്ദിമു നഫ്സി, ഞാനിതാ ഇഹ്റാമിൽ പ്രവേശിച്ചു. ഈ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്റെ ശരീരത്തിന്റെ കൈകാലുകൾ എന്തെല്ലാം രോമവും തൊലിയൊക്കെ അടക്കം നരകത്തിൽ നിന്ന് ഒഴിവാക്കി തരണേ. പറ്റാത്തൊരു ദുആയാണ്. അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം തരണം. അല്ലാഹു തൗഫീഖ് തരണം. സാധിക്കും, പക്ഷെ മോഹിക്കണം. സാധിക്കും, പക്ഷെ ദാഹിക്കണം. സാധിക്കും, പക്ഷേ ആഗ്രഹിക്കണം. സാധിക്കും, പക്ഷെ പരിശ്രമിക്കണം. ഒരു പരിശ്രമമല്ലാതെ കാര്യങ്ങളൊന്നും ഒത്തുകിട്ടാതെ വെറും ദുആ ചെയ്യുന്ന കാണുന്ന കാര്യം. നമ്മളെ നാട്ടിൽ ചെറുപ്പക്കാരനുണ്ടാവും, ആൾക്കാരെ കുറിച്ചിട്ട് ഭയങ്കര ദുആ, മൗലിദും ദുആയും. ഓരോട് ചോദിച്ചു നീ എന്തിപ്പോ പുതിയ മൗലിദും ദുആയൊക്കെ? അതൊന്നുമില്ല ഉസ്താദേ, ഞാൻ ഗൾഫിൽ പോകാം. ദുആയും മൗലിദും ഒക്കെ കഴിഞ്ഞ് ഫോണ് കാണാൻ. അപ്പൊ അവരോട് വെച്ച് ദുആയും മൗലിദും കഴിഞ്ഞ് നീ എന്താ പോകാൻ? ഹദീസായത്തെ ദുആയൊക്കെ കഴിഞ്ഞിട്ട് അത് 2 പേപ്പറും കൂടി കിട്ടാണ്ട്. അപ്പൊ അതേതാന്ന് വെച്ചു, ഒന്ന് പാസ്പോർട്ടും ഒന്ന് ബിസിയാണ്. ഏതാ കിട്ടാനുള്ളത്?
രണ്ടൊന്നും കൂടെ കിട്ടാനുണ്ട്. ഏതാ കിട്ടാനുള്ളത്? പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്തിട്ടുള്ള വിസക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഏത് കയ്യകള്? നേരത്തെ ചെറിയ ഇങ്ങനെ മക്കത്തെന്ന് വിചാരിക്കണ്ട. ഞാൻ അള്ളാഹോട് പറഞ്ഞേക്കണേ കുറച്ചോണ്ടല്ലോ എന്നൊക്കെ ചില ആളുകളാണ് പറയുന്നത് കേട്ടാൽ. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. രണ്ട് നിലയ്ക്ക് മനസ്സ് ദാഹിക്കണം, മനസ്സ് മോഹിക്കണം. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്ത് വേണം. അതിനൊപ്പം അള്ളാഹോട് മാനിക്കണം. അപ്പോഴേ കാര്യമുള്ളൂ. ഹബീബുന മുഹമ്മദ് മുസ്തഫ അങ്ങനെ ഒരാൾ ഒരുങ്ങി അള്ളാഹുവിനോട് ദുആ ചെയ്ത് ആശിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സാധിക്കും അള്ളാഹുവോട് അധികം. നമ്മുടെ ആരോഗ്യവും നമ്മുടെ പണവും വിലപ്പെട്ടതാണ്. പണം ചെലവഴിക്കുന്നിടത്ത് ഒരു ഖൈറിന് വേണ്ടി ചെലവാക്കുകയാണെങ്കിൽ പോലും അമിതമാക്കാൻ പറ്റും. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി, നബിയെ, എന്റെ സ്വത്തുക്കളല്ല ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്താലോ? നബി തങ്ങൾ പറഞ്ഞു വേണ്ട. നബിയെ തങ്ങളോട് ചോദിച്ചു, നബിയെ, എന്റെ സ്വത്തിന്റെ പകുതി കൊടുത്താലോ? വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, എന്റെ സ്വത്തിനെ 3 ഓഹരി ചെയ്തിട്ട് അതിൽ 1 ഓഹരി കൊടുത്താലോ? മൂന്നിലൊന്ന് കൊടുത്താൽ തന്നെ നല്ലതാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, കയ്യിലുള്ളതൊക്കെ പള്ളി ഉണ്ടാക്കാൻ കൊടുക്കും, പള്ളിയുള്ളതൊക്കെ മദ്രസ ഉണ്ടാക്കാൻ കൊടുക്കും, കയ്യിലുള്ളതൊക്കെ എത്തിക്കാനും കൊടുത്തു. എന്നിട്ടോ ഇപ്പൊ ഇവ മറ്റവരോട് കൈ കാണിച്ച് നടക്കാം. എന്ത് ഇയാളിങ്ങനെ കൈ കാണിച്ച് നടക്കേണ്ടി വന്നത്? അത് അയാളൊക്കെ പള്ളിക്ക് കൊടുക്കും. അല്ലാഹു തആല ഒരിക്കലും അങ്ങനെ ഒരു സദഖ ഇഷ്ടപ്പെടുന്നില്ല. രണ്ട് നമ്മുടെ ഹയാത്ത് കാലത്ത് നമ്മൾ കുളൊക്കെ കൊടുത്തു, നമ്മളെ മരണശേഷം നമ്മളെ മക്കളെ കൈ കാണിച്ച് നടക്കാം. നമ്മളെ മക്കൾക്ക് ജീവിക്കാൻ യാതൊരു വഴിയില്ല. എന്തേ? വാപ്പാക്ക് സ്വത്തൊക്കെ ഉണ്ടായിരുന്നു, വാപ്പ അത് പള്ളികൾ കൊടുത്തു, മക്കൾക്കൊന്നും ബാക്കി വെച്ചില്ല. അല്ലാഹു തആല പറഞ്ഞു ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ടതില്ല. അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നിടത്ത് പോലും പണം കൊണ്ട് ദൂർത്ത് പറ്റുമോ? അതൊരു തരം ദൂർത്താണ്. പിന്നെ എന്ത് വേണം? നമ്മുടെ സ്വന്തം നമുക്ക് ചെലവ് കൊടുക്കാൻ നമ്മുടെ ഭക്ഷണം നമ്മൾ നിർബന്ധമാണ്, നമ്മുടെ ഭാര്യയ്ക്ക് ഭക്ഷണം നിർബന്ധമാണ്, നമ്മുടെ ചെറിയ മക്കൾക്ക്. അതിന്റെ ഒരു കണക്ക് നോക്കിയിട്ട് നമുക്ക് ഒരു ദിവസം 100 രൂപ വരുമാനമുണ്ടെങ്കിൽ നമ്മൾ ഒരു ചെലവ് കാര്യം നോക്കിയിട്ട് അതിന്റെ ഒരു തോതനുസരിച്ച് ഖൈറിന് വേണ്ടി കൊടുക്കാം. 100 രൂപ വരുമാനമുണ്ട്, 200 രൂപ സദഖ കൊടുത്തിട്ട് അങ്ങനെ ദീൻ പഠിപ്പിക്കുന്നില്ല. ദീൻ നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ കഴിവിന്റെ മാർഗം അനുസരിച്ച് ചെയ്യാണ്. ഖിയാമത്തിനാസാണ് പണം എന്ന് പറയുന്നത്. അങ്ങനെ ആരോഗ്യം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അല്ലാഹു റബ്ബി, സഅദ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു രണ്ടുപേരുമാണല്ലോ കൂട്ടുകാർ. ഒരു പ്രാവശ്യം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു കാര്യമുണ്ട്, നിങ്ങളെ കൂട്ടുകാരനില്ലേ, അയാൾക്ക് രാത്രി മുഴുവൻ നിസ്കാരമാണ്, രാത്രി മുഴുവൻ നിസ്കാരം, പകൽ മുഴുവൻ നോമ്പ്, പകൽ മുഴുവൻ നോമ്പ്, എല്ലാ ദിവസവും നോമ്പ്, രാത്രി മുഴുവൻ നിസ്കാരം. പിന്നെ അയാൾ എന്തിനാ കല്യാണം കഴിച്ചത്? അയാൾക്ക് ഭാര്യയില്ലേ? നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നെ കണ്ട് പഠിക്കണം. ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, നോമ്പ് മുറിക്കുന്നുമുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ ദുനിയാവിലെ ജീവിതത്തിൽ മറ്റുള്ളവരൊക്കെ പട്ടിണിയാക്കി കഷ്ടപ്പെടുത്തി അങ്ങനെ സദഖ ചെയ്യണമെന്നോ അങ്ങനെ ഇബാദത്ത് ചെയ്യണമെന്നോ അല്ല. പിന്നെയോ എല്ലാം അതിന്റെ റൂട്ടിലാണ് സഞ്ചരിക്കണം. ഓരോന്നിനും അതിന് നിശ്ചയിച്ച പുസ്തകമില്ല. സൂര്യന് സഞ്ചരിക്കേണ്ട പാതയിൽ അത് പോയിക്കൊണ്ടിരിക്കും, ചന്ദ്രന് സഞ്ചരിക്കേണ്ട പാതയിൽ അത് പോയിക്കൊണ്ടിരിക്കും. കച്ചവടക്കാരൻ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കണം, കൃഷിക്കാരൻ കൃഷി ചെയ്യണം, ഉസ്താദ് പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. അതൊക്കെ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്? അതിനൊരു നിശ്ചയിച്ച ഒരു റൂട്ട്.
അല്ലേ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു wudu ചെയ്യുമ്പോൾ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച wudu നിസ്കാരത്തിന് wudu എടുക്കുന്ന സമയത്ത് ഓരോന്നും 3 പ്രാവശ്യം, മുഖം 1 പ്രാവശ്യം കഴുകൽ ഫർള നിർബന്ധം, രണ്ടാമത്തത് മുഅക്കദായ സുന്നത്താണ്, മൂന്നാമത്തത് ഒരു പൂർത്തീകരണമാണ്, നാലാമത്തത് ധൂർത്താണ്. അതിനെപ്പറ്റി ഖുർആന്റെ ഭാഷ ഇസ്റാഫ് എന്നാണ്. അപ്പാ സ്വഹാബികൾ ആഖിറുൽ വുദൂഇ ഇസ്റാഫുൻ യാ റസൂലല്ലാഹ്, wudu എടുക്കല്ലേ നബിയെ, 1 പ്രാവശ്യം കൂടി മുഖം കൂടുതൽ കഴുകിയാൽ എന്താ? വഇൻ കുൻത അലാ നഹരി ജാരി, നമഞ്ഞൊഴുകുന്ന പുഴവക്കത്ത്, നമഞ്ഞൊഴുകുന്ന നദിയുടെ വക്കത്തിൽ നിന്ന് wudu എടുത്താലും 1, 2, 3, നാലാമത് മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതാണ്. ഈ രൂപത്തിലാണ് നമ്മുടെ വരവും ചെലവും, നമ്മുടെ ആരോഗ്യവും ആത്മ സമയവും ഒക്കെ അല്ലാഹു തആല കണക്കാക്കിയിട്ടുള്ളത്. ആ കണക്കിൽ സഞ്ചരിച്ചാൽ ഖേദിക്കേണ്ടി വരും, കണക്കിൽ സഞ്ചരിച്ചാൽ സങ്കടപ്പെടേണ്ടി വരും. ഇന്ന് നമ്മുടെ ജീവിത രീതി നോക്കുമ്പോൾ വരുമാനത്തിനനുസരിച്ചല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോൺ എടുക്കേണ്ടി വരും. ലോൺ എടുക്കുമ്പോൾ പിന്നെ ലോണിന് ഏത് കൂടും? പലിശ കൂടും. പലിശ അടക്കാതിരുന്ന പിന്നെ എന്ത് കൂടും? പലിശക്ക് പലിശ കൂടും. അല്ല, ഞാനിപ്പോ മിഞ്ഞാത്ത ഒരു സ്നേഹിതനെ കണ്ടു, എന്റെ അടുത്ത് വന്നിരുന്നു, വീട് വിൽപ്പനക്ക് വെച്ചിട്ട് എന്റെ സംഗതി 7 ലക്ഷം രൂപ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോൾ ലോൺ എടുത്തതാണ്. ഇതിനടുത്ത് 7 ലക്ഷം. ഇപ്പൊ അത് എത്രയായിട്ട്? ഇപ്പൊ അത് 37 ലക്ഷം. അപ്പൊ എങ്ങനെ മോനെ ഇത്രയായത്? അത് 10 കൊല്ലം ലോൺ തിരിച്ചടച്ചോ, അടച്ചില്ല, പലിശ അടച്ചോ, അതും അടച്ചില്ല. ഇപ്പൊ എത്രയായി? 37 ലക്ഷം. ഇനിയിപ്പോ 37 ലക്ഷത്തിന് ഇനി എന്താ വഴി? ഒരു വഴിയില്ല. ഇങ്ങനെയൊക്കെ പാടുണ്ടാക്കിയ വീട് അതിന് വിൽക്കാൻ പാടിയാണ്. നമ്മുടെ വരവും ചെലവും നമ്മൾ കാണണം. അല്ലാഹുവിന്റെ ഖുർആനെ നമ്മളോട് ഉണർത്തിയിട്ടുണ്ട്. ഏത് സംഗതിയിലും ഇന്ന് നിന്റെ കയ്യിൽ ദിവസം 1000 വരുമാനം ഉണ്ടാകും, നാളെ 100 കിട്ടാതെയാകാം. അത് കാണണം. അതുകൊണ്ടല്ലേ സക്കാത്ത് കൊല്ലത്തിൽ കൊടുത്താൽ മതി, ഹജ്ജ് 1 പ്രാവശ്യം ഫർദ് ചെയ്താൽ മതി. പിന്നെയോ ഒരു റൊട്ടി ഹലാലായ സമ്പാദിച്ചിട്ട് നിന്റെ മക്കൾക്കും ഭാര്യക്കും നീ ഭക്ഷണം കൊടുക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം തരുന്ന അമലാണെന്ന് മുഹമ്മദ് മുസ്തഫ. സാധിച്ചിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അല്ലാഹു റബ്ബി. ഹകീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. നബി തങ്ങളെക്കാൾ 5 വയസ്സ് കൂടുതലുണ്ട് അദ്ദേഹത്തിന്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ആങ്ങളുടെ മകനാണ് ഹക്കീം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ആങ്ങളുടെ മകനാണ് ഹക്കീം. നബി തങ്ങളുമായിട്ട് വലിയ കൂട്ടുകാരൻ. 5 വയസ്സിന് വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിനാണ് 5 വയസ്സ് കൂടുതൽ. പക്ഷേ നബി തങ്ങളുമായിട്ട് വലിയ കൂട്ടുകാരനാണ്. ആ ഇടക്ക് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി കല്യാണം കഴിക്കുമ്പോൾ ചെയ്തപ്പോൾ പുതിയാപ്പിളയും കൂടി ആയി റസൂലുള്ളാഹി. അപ്പൊ അവർ തമ്മിലുള്ള ബന്ധം വളരെ വർദ്ധിച്ചു. നബി തങ്ങൾ നുബുവത്ത് പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഇസ്ലാമിലെ 1ാമത്തെ മെമ്പർ ഹക്കീമായി. അത്ര കൂട്ടുകാരാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇസ്ലാമൊന്നും സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയില്ല. 13 കൊല്ലം മക്കയിൽ കഴിഞ്ഞു, അപ്പൊ അവസരം കിട്ടിയില്ല. 9 കൊല്ലം മദീനയിൽ കഴിഞ്ഞു, അവസരം കിട്ടിയില്ല. 10ാമത്തെ കൊല്ലം മക്ക ഫതഹിന്റെ സമയത്താണ് പിന്നീട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. ആരാണ് ഹക്കീം ബിൻ ഹിസാം? ചരിത്രത്തിൽ ഒരാൾ മാത്രമാണ് കഅബത്തിന്റെ ഉള്ളിൽ പ്രസവിക്കപ്പെട്ട കുട്ടി. ഹക്കീം ബിൻ ഹിസാമിന്റെ ഉമ്മ ജാഹിലിയ്യ കാലമാണെന്ന് മക്കത്ത് ഒരു ആഘോഷം നടക്കാം. ഒരു ആഘോഷം നടക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് കഅബ ശരീഫിന്റെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. ഗർഭിണിയായ ഹക്കീമിന്റെ ഉമ്മ കഅബത്തിന്റെ ഉള്ളിൽ വന്ന് കയറാൻ വേണ്ടി പോയി. കഅബത്തിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പ്രസവത്തിന്റെ വേദന വന്നു. വേദന വന്നവളെ കടന്നു. അപ്പൊ
അപ്പോഴേക്ക് ആരോ ഒരു തോലിന്റെ വിരിപ്പ് കൊണ്ടുവന്ന് വിരിച്ചു കൊടുത്തു. അതിൽ പ്രസവിച്ചു. കഅബത്തിന്റെ മുമ്പിൽ പ്രസവിക്കപ്പെട്ട കുട്ടിയാണ് ആര്? ഹക്കീം ഇബ്നു ഹിസാം. അങ്ങനെ ചരിത്രം ഒരാൾക്കും ഭാവിയില്ല. അങ്ങനത്തെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ഫതഹിലെത്തി മുത്തനബിന്റെ 63ാമത്തെ വയസ്സിൽ. പക്ഷേ ഇസ്ലാം മതമാണ് സ്വീകരിച്ച ശേഷം എന്തിനാണ് ഞാൻ ഓർമ്മപ്പെടുന്നത്? നമ്മളൊക്കെ വിവരവും അറിവ് കുറവും ഉണ്ടായിട്ട് നമ്മൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് നമ്മൾ പരിഹരിക്കാൻ നോക്കണം. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച ശേഷം അദ്ദേഹം പടച്ചവനോട് കരഞ്ഞു, റബ്ബേ, ഞാൻ മുഹമ്മദ് നബി എത്ര നേരത്തെ അറിയും, ഞങ്ങൾ എത്ര അടുത്ത കൂട്ടുകാരായിരുന്നു, എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയത് ഇപ്പോഴല്ലേ. അദ്ദേഹം പിന്നെ ഖേദത്തിലായി, സങ്കടത്തിലായി. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? തൊട്ടടുത്ത വർഷം ഹജ്ജിന് പോവുക. ആ ഹജ്ജിന് പോകുമ്പോൾ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു മിനായിലേക്ക് പോകുന്ന സമയത്ത് 100 ഒട്ടകങ്ങളുമായിട്ട് പോയി. എത്ര ഒട്ടകം? 100 ഒട്ടകം. ആ 100 ഒട്ടകങ്ങളെ മിനായിൽ അറുത്തിട്ട് എല്ലാ ഹാജിമാർക്കുമുള്ള ഭക്ഷണം. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ടവർ ആലോചിച്ചു, ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ വഴുകി, എനിക്ക് ഒരുപാട് കാലം നഷ്ടപ്പെട്ടു, ഇനി അത്ര കാലം ജീവിക്കാൻ കഴിയുമോ എന്നറിയില്ല. ഒരൊറ്റ ഹജ്ജിന് 100 ഒട്ടകത്തെ അദ്ദേഹം അറുത്ത് ദാനം. രണ്ടാമത്തെ കൊല്ലം ഹജ്ജിന് സമയമായി. സമയമായപ്പോൾ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു അറഫയിലേക്ക് പോകുമ്പോൾ 1000 ആടുകളെ എത്ര? 1000 ആടുകൾ. അല്ലാഹു റബ്ബി, ആ 1000 ആടുകളെ അറുത്തിട്ട് അത് മുഴുവൻ ഹജ്ജാജിമാർക്ക് ഭക്ഷണം കൊടുത്തു. മുഴുവൻ 1000 ആളുകളാണ്. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കാൻ വഴി ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള ഖേദം. ഇതെന്തിനാ ഞാൻ പറയുന്നത്? വിവരം കിട്ടി, അതിനു മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അറിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിന് പരിഹാരം കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊന്നു കളയാൻ തീരുമാനിച്ച മീറ്റിംഗ് ചേർന്ന സ്ഥലമുണ്ട്, അതേതാ? ദാറുൻ നദുവത്ത്. ആ ദാറുൻ നദുവത്തിന്റെ മുതലാളിയാണ് ആര്? ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു. ദാറുൻ നദുവത്തിന്റെ മുതലാളിയാണ്. ഖുറൈശികളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അതൊരു തറവാട് സ്വത്താണ്. ഇസ്ലാം മതം സ്വീകരിച്ച ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊന്നു കളയാൻ വേണ്ടി മീറ്റിംഗ് ചേർന്ന സ്ഥലമാണ്, ഇനി ആ സ്വത്ത് എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു. അത് ബഹുമാനപ്പെട്ടവർ അതെന്ത് ചെയ്തു? അത് കഅബ ശരീഫിലേക്ക് വഖഫാക്കി മാറ്റി. നമുക്ക് അറിവില്ലാത്ത കാലത്ത് അബദ്ധങ്ങളും മറ്റും പറ്റിയിട്ടുണ്ടെങ്കിൽ അറിവും കാര്യങ്ങളും ആകുമ്പോൾ അതിന് നികത്താം. ഒരു കാര്യത്തെ പറ്റി പഠിക്കാത്ത സമയത്ത് നമുക്ക് അതിന്റെ അബദ്ധം പറ്റും. പഠിച്ചു കഴിഞ്ഞാലോ പിന്നീട് അതിന് എന്താക്കണം? അതിനെ പരിഹാരമാക്കി മാറ്റണം. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. കഅബ ശരീഫിന്റെ ഉള്ളിലാണ് മുമ്പ് പ്രസവിച്ചത് ഉമ്മ. അങ്ങനത്തെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം മതത്തിന്റെ പ്രഖ്യാപനം നടത്തിയിട്ട് 13 കൊല്ലം മക്കത്തും 10 കൊല്ലം മദീനത്തും 23 കൊല്ലം നബി തങ്ങളുമായിട്ട് നുബുവത്തിന്റെ മുമ്പ് ഏറ്റവും അടുത്ത സുഹൃത്താണ്. പക്ഷെ ഇസ്ലാം മതം സ്വീകരിക്കാൻ മുമ്പ് ഭാഗ്യം കിട്ടിയത് എപ്പോഴാ? അവസാന ടൈമിൽ. കിട്ടിയ ശേഷം അദ്ദേഹം കവാകൂട്ടി. അദ്ദേഹത്തിന്റെ കീഴിലുള്ള അടിമകളുണ്ടായിരുന്നു. 100 അടിമകളെ അദ്ദേഹം എഴുതി മോചിപ്പിച്ചു. 1000 ആടുകളെ അറുത്തിട്ട് സത്കം ചെയ്തു. 100 ഒട്ടകങ്ങളെ അറുത്തിട്ട് ഹാജിമാർക്ക് ഭക്ഷണം കൊടുത്തു. അപ്പൊ നമുക്ക് അറിവില്ലാത്ത സമയത്തും മറ്റുമൊക്കെ നമ്മുടെ വിഷയങ്ങൾ അവിടെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അറിവ് ലഭിച്ച അവസരം ആകുന്നതോടുകൂടെ ഖൈറിന്റെ വാതിൽ തുറക്കപ്പെടണം. അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം തരണം. ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന ദീൻ അത് വളരെ എളുപ്പമുള്ളതാണ്. ഈ പരിശുദ്ധമായ ഹജ്ജ് മാസത്തിൽ നമ്മളൊക്കെ ആഗ്രഹിക്കണം, പടച്ചോനെ എനിക്കൊരു ഹജ്ജ് ചെയ്യണം.
അല്ലാഹുവേ എനിക്കും ഹജ്ജ് ചെയ്യണം, അല്ലാഹുവേ എനിക്കും ഹജ്ജ് ചെയ്യണം. മനസ്സിൽ നമ്മളിങ്ങനെ ദാഹിച്ചുകൊണ്ടിരിക്കണം. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയും മക്കയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാൻ ഭാഗ്യം തരണേ അല്ലാഹ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ പണക്കാരനാണ്, വലിയ ബിസിനസ്സുകാരനാണ്. ബഹുമാനപ്പെട്ടവർ മക്കയിൽ നിന്ന് ഹിജ്റ വന്ന് മദീനത്ത് വന്നു. മദീനയിലേക്ക് എങ്ങനെയാ വരുന്നത്? സ്വത്തുക്കൾ മുഴുവൻ മക്കത്ത് ഉപേക്ഷിച്ചു. ഒന്നും കൊണ്ടുവരാൻ ശത്രുക്കൾ അനുവദിച്ചില്ല, ഒരു സാധനം എടുക്കാൻ പറ്റില്ല. മദീനയിൽ വന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരു കൂട്ടുകാരനായി താമസിക്കാൻ. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് വന്നിട്ട് പറഞ്ഞു, നബിയെ, അബ്ദുറഹ്മാൻ എന്റെ മതിൽ ആരോഗ്യമുള്ള ആളാണ്, ഞാനും അയാളും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ താമസിക്കാൻ റൂമിലേക്ക് പോവാൻ. അബ്ദുറഹ്മാൻ ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ, അദ്ദേഹത്തിന് ഒരു ഇണയില്ല. അല്ലാഹുവേ, അദ്ദേഹം എന്റെ കൂടെ എന്റെ വീട്ടിൽ താമസിക്കാൻ, അയാൾക്ക് സ്വന്തമായി വീടില്ല. അല്ലാഹുവേ, അദ്ദേഹം എന്റെ കൂടെ താമസിച്ച് ഭക്ഷണം കഴിച്ച് പോവാൻ, അയാൾക്ക് സ്വന്തമായി വരുമാനമില്ല. അതുകൊണ്ട് എനിക്ക് മദീനയിൽ 2 വീടുണ്ട്, 2 ഈത്തപ്പഴത്തോട്ടമുണ്ട്, എനിക്ക് മദീനയിൽ 2 ഭാര്യമാരുണ്ട്. നബിയെ, തങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ അബ്ദുറഹ്മാൻ ഈ 2 വീട്ടിൽ നിന്ന് ഏത് വീടാണോ ഇഷ്ടപ്പെട്ടത് അത് ഞാൻ അബ്ദുറഹ്മാൻ കൊടുക്കാം. എന്റെ 2 ഈത്തപ്പഴത്തോട്ടത്തിൽ നിന്ന് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട തോട്ടം ഏതാണോ അത് അദ്ദേഹത്തിന് കൊടുക്കാം. എന്റെ 2 ഭാര്യമാരെയും അയാൾക്ക് കാണിച്ചു കൊടുക്കാം. അയാൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഞാൻ തലാഖ് ചെല്ലിട്ട് അയാൾക്ക് കെട്ടിച്ചു കൊടുക്കാം. നിങ്ങൾ ഒത്തുനോക്കി, ഇതൊക്കെ നമുക്കിപ്പോ ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ വേറൊരാൾക്ക് പറ്റി അവനാന്റെ ആൾക്കാർ പോകുന്നു, പിന്നെ വേറെ ഓർത്തോക്കുക. അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പരിവർത്തനം ആരും പ്രേരിപ്പിക്കാതെ ഒരു സ്വഹാബി സ്വന്തം വന്നിട്ട് പറയാൻ. അപ്പൊ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇതൊരു ചാൻസാണ്, കിട്ടിയാൽ തെറ്റല്ല, വേഗം പോയിട്ട് അബ്ദുറഹ്മാൻ വേഗം പോയി 2 ഭാര്യമാരെ കണ്ടെന്നാ എനിക്കിത് മതി, ഈ തോട്ടം മതി, ഈ വീട് മതി എന്ന് പറയാനുണ്ടോ? അബ്ദുറഹ്മാൻ മുത്തനബിയോട് പറഞ്ഞു, നബിയെ, അദ്ദേഹത്തിന്റെ നല്ല മനസ്സിനെ അല്ലാഹു സ്വീകരിച്ചോട്ടെ, പക്ഷേ എനിക്കതൊന്നും വേണ്ട. അദ്ദേഹത്തിന്റെ ഭാര്യമാരെ അയാൾ തന്നെ, അയാളെ മക്കളുടെ സ്വത്തൊക്കെയാണ്, പക്ഷെ അയാളുടെ മനസ്സിന് ഞാൻ അംഗീകാരം കൊടുത്തു. എനിക്കൊരു കാര്യം അദ്ദേഹത്തോട് പറയണം. എന്താണ്? എനിക്ക് കച്ചവടം ചെയ്യാനറിയാം, ഞാൻ മക്കത്തെ കച്ചവടക്കാരനാണ്, എനിക്ക് കച്ചവടം ചെയ്യാനറിയാം. അതുകൊണ്ട് മദീനത്തെ മാർക്കറ്റിൽ അദ്ദേഹം എന്നെ കൂടി പോവുക, കച്ചവടക്കാർക്ക് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇയാൾ മക്കക്കാരനാണെങ്കിലും ഇയാൾ എന്റെ കൂടെ താമസിക്കുന്ന ആളാണ്, ഇയാൾക്ക് നിങ്ങൾ ബിസിനസ്സിൽ ഏർപ്പാട് ചെയ്തു കൊടുത്തോളൂ, എല്ലാ മസൂലിയത്തും ഞാനാണ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞാനായിക്കോളാം. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിലെ ഒരു കടയിൽ സഅദ് റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കടയിൽ ജോലിക്കുന്നു. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ജോലി ഏറ്റപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ ഉച്ചവരെ ജോലി ചെയ്യാം, രാവിലെ ഞാൻ ജോലിക്ക് നേരത്തെ വരാം, ഉച്ചയാകുന്നത് വരെ ജോലിയിൽ. അങ്ങനെ രാവിലെ സുബ്ഹി നിസ്കരിച്ച് നേരത്തെ പോയി ജോലി തുടങ്ങും, ഉച്ചവരെ ജോലി ചെയ്ത് ബഹുമാനപ്പെട്ടവർ കിട്ടിയ ശമ്പളമായിട്ട് വരും. നിസ്കാരം കഴിഞ്ഞ് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു മാർക്കറ്റിൽ പോയിട്ട് ആ ശമ്പളത്തിന് ചെറിയൊരു സാധനം വാങ്ങി, എന്നിട്ട് റോഡരികിൽ അത് വിൽപ്പനയ്ക്ക് വെച്ചു. ജോലിയായി, കച്ചവടമായി. പിറ്റേ ദിവസം പോയി ജോലി ചെയ്തു, ആ പൈസ വെച്ചപ്പോ കുറച്ചും കൂടി സാധനം വാങ്ങി റോഡരികിൽ കച്ചവടത്തിന് വെച്ചു. പിറ്റേ ദിവസം ജോലിക്ക് പോയി, സാധനം വാങ്ങി റോഡരികിൽ കച്ചവടത്തിന് വെച്ചു. അല്ലാഹു റബ്ബി, ചെറിയൊരു കച്ചവടം ജോലി, കച്ചവടം ജോലി, ഇതിങ്ങനെ ആ കച്ചവടം ഇങ്ങനെ കുറച്ച് വലുതായി വന്നപ്പോൾ, കച്ചവടത്തിന് ഇങ്ങനെ പച്ചപിടിച്ച് മാർക്കറ്റൊക്കെ പരിചയപ്പെട്ടു വന്നപ്പോൾ ജോലിക്കാരനോട് പറഞ്ഞു, ഇനി നിങ്ങളെ ജോലി കൃത്യമായി ചെയ്യാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് ജോലിയിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണം. കച്ചവടക്കാരനായി കച്ചവടം ഇങ്ങനെ ചെയ്ത് കച്ചവടത്തിന് നല്ലൊരു നിലവാരത്തിൽ ഇങ്ങനെ എത്തിയപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഭയിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു, കഷ്ടപ്പാടും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കുന്ന കാര്യം പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഒരു സംഖ്യ കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിന്റെ കയ്യിൽ കൊടുത്തു. നബിയെ, തങ്ങൾ പറഞ്ഞ വിഷയത്തിലേക്ക് ഇതെന്നെ സ്വതക്കയാണ്. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, അബ്ദുറഹ്മാൻ, നിന്റെ കയ്യിലുള്ളത് മുഴുവൻ നീ എനിക്ക് തന്നോ?
ഇല്ല നബിയെ, പകുതി ഞാൻ തങ്ങൾക്ക് തന്നു, പകുതി എന്റെ കച്ചവടത്തിന് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ബാറകല്ലാഹു ഫീമാ അൻഫഖത വബാറകല്ലാഹു ഫീമാ അംസകത. നീ എന്റെ കയ്യിൽ തന്നതിലും നിന്റെ കയ്യിൽ ബാക്കി വെച്ചതിലും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. അതാണ് ഒരു സംഭാവന കിട്ടുമ്പോൾ ദുആയിൽ ഏറ്റവും പ്രധാനമാണ്. അല്ലാഹു റസൂൽ എന്താ ദുആ ചെയ്തത്? നിന്റെ കയ്യിൽ 200 ആണെന്നുണ്ടെങ്കിൽ 100 എനിക്ക് തന്നല്ലോ, എനിക്ക് തന്ന 100ലും നിന്റെ കയ്യിൽ ബാക്കി വെച്ചതിലും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, മുത്തനബിന്റെ ആ ദുആ കിട്ടിയ ശേഷം എന്റെ കച്ചവടം വളർന്നു വളർന്നു, തൊട്ടത് പൊന്നാക്കാതെ വന്നാൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തന്നെ പറയുന്നുണ്ട്, ഞാനിങ്ങനെ പോണ സമയത്ത് വെറുതെ കാലോട് ഒരു കല്ലിങ്ങനെ തട്ടിയാൽ അതിന്റെ ചോട്ട് സ്വർണ്ണം. അത്ര അധികം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും വലിയൊരു സമ്പാദ്യമാണ് ഒട്ടകം. ഒട്ടകപ്പുറത്ത് സാധനം കൊണ്ടുവരാണ് ഇന്നത്തെ കപ്പൽ അല്ലെങ്കിൽ ഇന്നത്തെ ലോറി എന്നൊക്കെ പറയില്ലേ. 100 ഒട്ടകം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ 100 കപ്പലാണ്, 100 ഗാലിയല്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കച്ചവടം അങ്ങോട്ട് വർദ്ധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആഇന്റെ ഫലമായി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കച്ചവടം വലുതായി. യാ റബ്ബ് ഒരിക്കൽ ഷാമിൽ നിന്നുള്ള ഒരു കച്ചവട സംഘം ഒന്നിച്ചു വരികയാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കച്ചവട സംഘം വന്നിറങ്ങിയപ്പോൾ 1000 ഒട്ടകവും അതിന് ചുമക്കാനുള്ള സാധനങ്ങളും വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതാണ് വന്നപ്പോൾ നാട്ടുകാർ മുഴുവനും യാ റബ്ബ് അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് ഇത്രയധികം സമ്പത്തൊക്കെ വന്നപ്പോ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഒരു കൊല്ലത്തെ കച്ചവടത്തിന് അല്ലാഹു റബ്ബി ആ കച്ചവട സംഘത്തിന് കിട്ടിയ മുഴുവനും നാട്ടിൽ കുറച്ച് പട്ടിണി വിഷമമുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ അത് മുഴുവനും അങ്ങ് സദഖ ചെയ്തു. ഓർത്തു നോക്കണം നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. നബി തങ്ങൾ വഫാത്തായ ശേഷം നബി തങ്ങളുടെ ഭാര്യമാരെ മറ്റാർക്കും കല്യാണം കഴിക്കാൻ പാടില്ല. റസൂലുള്ളാഹിന്റെ ഭാര്യമാര് നമുക്കാരാ? നമുക്ക് ഉമ്മമാരാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ഇല്ലേ? റസൂലുള്ളാഹി വഫാത്താകുമ്പോൾ ആയിഷ ബീവിക്ക് വയസ്സ് എത്ര? ആയിഷ ബീവിക്ക് 18. ആയിഷ ബീവിന്റെ വഫാത്താകുന്നത് എത്രാമത്തെ വയസ്സിലാണ്? 63-ാമത്തെയോ അല്ലെങ്കിൽ 65-ാമത്തെയോ വയസ്സാണ്. ഇല്ലേ? അപ്പൊ റസൂലുള്ളാഹി വഫാത്തായ ശേഷം ആയിഷ ബീവിക്ക് എത്രയായി? 65ക്ക് 18 എത്ര വേണം? റസൂലുള്ളാഹി വഫാത്തായ ശേഷം പിന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എത്ര കൊല്ലം ജീവിച്ചു? 40 കൊല്ലം. അല്ലേ? 18ഉം അല്ലാഹു റബ്ബി. ആ കാലം അത്രയും റസൂലുള്ളാഹി വഫാത്തായ ശേഷം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കണക്കെടുത്തു. നബിതങ്ങളുടെ ഭാര്യമാർ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് അവർക്കൊക്കെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ വീട് വെച്ചു കൊടുത്തു. അവർക്കൊക്കെ വീട്ടിലവർക്ക് പരിചരണത്തിന് വേണ്ടി ഒരു വേലക്കാരിയെ വെച്ചു കൊടുത്തു. അവർക്കൊക്കെ ആവശ്യമുള്ള യാത്രക്ക് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാൻ, കുതിരപ്പുറത്ത് യാത്ര ചെയ്യാൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മുത്തനബിയുടെ ഭാര്യമാർക്ക് മുഴുവനും വാഹനം കൊടുത്തു. അവർക്ക് എപ്പോ ഹജ്ജിന് പോകണമെങ്കിലും എപ്പോ ഉംറക്ക് പോകണമെങ്കിലും വിവരം പറഞ്ഞാൽ മതി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആ വിവരം മുഴുവൻ ചെയ്തു കൊടുത്തു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളുടെ കച്ചവടം ഇങ്ങനെ വലുതായി പിന്നെയും വരികയാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഖലീഫയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഖലീഫ, ബദറിൽ പങ്കെടുത്ത ആരൊക്കെ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെന്ന് കണക്കെടുക്കണമെന്നോ? സുബ്ഹാനല്ലാഹ്. ബദറിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകൾ അന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരണം നടത്തണം. ബദരീങ്ങളെ പറ്റി കണക്കെടുത്തു. ബദറിൽ പങ്കെടുത്തു. ഓരോ കാര്യം ചെയ്ത ആളുകൾക്ക് പാരിതോഷികം കൊടുക്കണം, അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം, അവർക്ക് മെമന്റോ കൊടുക്കണം. അല്ലേ? നമ്മൾ ആദരിച്ചാണ് മെമന്റോ കൊടുക്കുന്നത്. ചെറിയൊരു ഫലകം തന്നെ എന്താ 50 കൊല്ലമായി SYS പ്രവർത്തിച്ച ആള് മുമ്പർക്ക് എന്തായി? എന്താ ചെറിയൊരു ഫലകം, പിന്നെ തോളൊരു മുണ്ടിട്ടു. അതൊരു അംഗീകാരമാണ്. കാര്യങ്ങൾ ചെയ്യാൻ. ഇന്നലെ ഒരു പള്ളിയിൽ വെള്ളിയാഴ്ച മിഞ്ഞാൻ നമ്മളെ പള്ളിയിൽ അവിടുത്തെ മുദരിസ്, അവിടുത്തെ ഇമാം, അവിടുത്തെ ഖതീബ്, അയാളെ ഹജ്ജ് യാത്ര പറയാൻ ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ജുമാക്ക് കൂടിയ പള്ളിയിൽ
എറണാകുളം നമ്മളെ കാക്കനാടിന്റെ തൊട്ട് അവിടെ ഒരു പള്ളിയിലാണ് നമ്മളെ കൂടെ ഹജ്ജിനുണ്ടായിരുന്നു. നമ്മളെ മർക്കസിലെ ഷമീമുണ്ടല്ലോ മർക്കസിലെ ലക്ഷദ്വീപ് ഷമീമിന്റെ പെങ്ങളെ ഭർത്താവുണ്ട്, ഷമീമിന്റെ അളിയൻ ഹംസക്കോയൊക്കെ ലക്ഷദ്വീപ്. അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടു. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കണം, അല്ലാഹു റഹ്മത്ത് കൊടുക്കണം. നല്ല ഡോക്ടറെ മനുഷ്യൻ. അപ്പൊ അവിടെ പോയി ഞാൻ തിരിച്ച് എറണാകുളത്ത് ജുമാക്കൂടും അവിടെ പള്ളിയിലെ ഉസ്താദ് യാത്ര പറയാം, ഞാൻ ഹജ്ജിന് പോവുകയാണ്. അദ്ദേഹത്തിന്റെ യാത്ര പറയാം, ഞാൻ ഹജ്ജിന് പോവുകയാണ്. ഞാൻ അതോടുകൂടെ താൽക്കാലികമായി എന്റെ ഉത്തരവാദിത്തം പള്ളിയിൽ നിന്ന് ഒഴിവാക്കണം. ഒരു ഉത്തരവാദിത്തം തലയിൽ വെച്ചുകൊണ്ട് ഞാൻ പോകുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പള്ളിയിൽ 35 വർഷമായി. ഈ 35 വർഷം ഞാൻ ഈ പള്ളിയിൽ ഇമാമായി നിസ്കരിച്ചിട്ട് എന്നെ കാത്ത് മല്ലാക്ക ഒരു 1/2 മിനിറ്റ് ഇഖാമത്ത് കൊടുക്കാൻ താമസിക്കേണ്ട ഒരു ഘട്ടം ഈ 35 കൊല്ലത്തിനടക്കം ഉണ്ടായിട്ടില്ല. ഒരാൾ വ്യക്തനുണ്ട് ഒരു 1/2 മിനിറ്റ്. ഒരു നിക്കാഹിന്റെ സദസ്സിൽ ഞാൻ എത്താത്തത് കൊണ്ട് ഒരു 1/2 മിനിറ്റ് കാത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല 35 കൊല്ലത്തിനടക്കം. ഞാൻ ഇവിടെ 35 കൊല്ലം ഇമാമത്ത് നിന്നിട്ട് ബേക്കറിലെ മൗമൂമിങ്ങൾക്ക് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് ഒരു സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ട മറവി ഈ 35 കൊല്ലത്തിനടക്കം ഈ നിസ്കാരത്തിൽ എനിക്ക് വന്നിട്ടില്ല. ഞാൻ അത്ഭുതപ്പെട്ടു അയാളെ യാത്ര പറയുക. 35 കൊല്ലമായി നിങ്ങൾ ഭക്ഷണം കഴിച്ചാണ് ഞാൻ ജീവിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് ആർക്കും ഞാൻ ഒരു റുപ്യ തരാനില്ല. ഞാൻ ഇവിടുന്ന് പിരിയുമ്പോൾ താൽക്കാലികം ഞാൻ യാത്ര ചോദിച്ച് പിരിയാം. ഞാൻ വന്നതിന് ശേഷം പിന്നെ ജോലി വേണോ വേണ്ട സമ്പാദിക്കാം. ഇപ്പൊ ഞാൻ പിരിയാം. ഈ ഒരു ഉത്തരവാദിത്തം വെച്ചുകൊണ്ട് ഞാൻ ഹജ്ജിന് പോകുന്നില്ല. നിങ്ങൾ 35 കൊല്ലത്തിനിടയ്ക്ക് അയാളെ കാത്തിട്ട് ഒരു 1/2 മിനിറ്റ് നിൽക്കേണ്ടി വന്നിട്ടാണ് അയാൾക്ക് പറയാൻ പറ്റുക. കൃത്യനിർവഹണത്തിന്റെ ഉത്സാഹം നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ അല്ലാഹു തആല സഹായിക്കും. നമ്മള് ഡിസോർഡർ ആകണമെന്ന് വിചാരിച്ചാൽ ഒക്കെ ഡിസോർഡർ. പണച്ചോടെ ഇത് ഓർഡറിലാകണം നമ്മൾ തീരുമാനിച്ചാൽ തീരുമാനിക്കാം. അല്ലാഹു തആല ഖൈർ തരും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ ഭാര്യമാർക്ക് വീട്, വാഹനം, പേരക്ക, എന്നിട്ട് ബദരീങ്ങളെ കണക്കെടുത്തു. സുബ്ഹാന ജല്ല ജലാലു അന്ന് ഖലീഫയായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മൂപ്പരായിൽപ്പെട്ട ആളാ, ബദരീങ്ങളിൽപ്പെട്ട ആളാ. യാ റബ്ബ് യാ റബ്ബ്, അന്ന് ജീവിച്ചിരിപ്പുള്ള ബദരീങ്ങളിലെ 313 ആളുകളെ കൂട്ടത്തിൽ 100-200ഓളം വരുന്ന ബദരീകളെന്ന് ജീവിച്ചിരിപ്പുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവർക്ക് മുഴുവൻ ജീവിക്കാനുള്ള വക കൊടുത്തു. ഒരു ബദരീങ്ങളിൽപ്പെട്ട ഒരാൾ പട്ടിണിയാണ്, ബദരീങ്ങളിൽപ്പെട്ട ഒരാൾക്ക് വീടില്ല, ബദരീങ്ങളിൽപ്പെട്ട ഒരാൾ പ്രയാസപ്പെടുന്നു. അങ്ങനെയുള്ള കേൾക്കാൻ പാടില്ല. എല്ലാ ബദരീങ്ങൾക്കും സഹായിച്ചു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹു നമുക്ക് ആരോഗ്യം നൽകി അനുഗ്രഹിച്ചാൽ, പണം തന്ന് അനുഗ്രഹിച്ചാൽ, അവസരം നൽകി അനുഗ്രഹിച്ചാൽ, അതിനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള മനസ്സ് അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യണം. ഇതൊക്കെ ഒത്തു കിട്ടിയിട്ടും ചെയ്യാത്ത ആളുകളോ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. അല്ലാഹുവേ, മരണവെപ്രാളത്തിൽ കിടന്ന് കാലിട്ട് അടിച്ചിട്ട് അള്ളാഹിനോട് പറയണം, റബ്ബേ കുറച്ച് സമയം ഒന്ന് താമസിപ്പിക്കുമോ, ഞാൻ സക്കാത്ത് കൊടുത്തോളാം, ഞാൻ സദഖ ചെയ്തോളാം, ഞാൻ ഹജ്ജിന് പോയിക്കോളാം. അല്ലാഹുവേ, അങ്ങനത്തെ ഒരു പരീക്ഷണത്തിന്റെ മരണമാക്കണ്ടേ അല്ലാഹ്. ഞാന് ഈ മരണപ്പെട്ട ഡോക്ടറെ വീട് പോയി ഇടുക്കിക്ക് അപ്പുറത്ത് കുമളിയില, അട്ടപ്പന കുമളി. മിനിഞ്ഞാന്ന് ആ മരണ വീട്ടിൽ പോയിട്ട് 400 കിലോമീറ്റർ ആകട്ടെ, അത്രയും കിലോമീറ്റർ. അങ്ങനെ കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നപ്പോ ഇവിടെ ഇന്നലെ ഈ ഉരുളിക്കുന്നില്ല കൊടുവള്ളി, അവിടെ ഒരു വഴുത് ഏറ്റുപോയി. ഇനി വരാതെക്കാൻ പറ്റും. അങ്ങനെ ഇന്നലെ രാത്രി ആ വഴുത് യാത്ര ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഹജ്ജ് യാത്ര അത്തുണ്ട്. നമ്മുടെ മർക്കസിന്റെ ഹജ്ജ് സംഘം ഈ പ്രാവശ്യം 200 ആളുകളാണ്.
ഈ മാസം 21-ന് ഒരു വിമാനം, 22-ന് ഒരു വിമാനം, അങ്ങനെയാണ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിന്റെ ടിക്കറ്റ് ഗവൺമെന്റുകളൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആവാനുണ്ട്. ഇൻഷാ അല്ലാഹ് 21, 22-നായിട്ട് പോകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഈ പ്രാവശ്യം ഹജ്ജിന് പോകുമ്പോൾ എന്റെ ഭാര്യ കൂടെ ഉണ്ട്, അതേപോലെ തന്നെ മകളും പുതിയാപ്പിളയും അവരെ ഉമ്മയും അവരും കൂടെ. ഹജ്ജിന് പോകാൻ വേണ്ടി നിയത്ത് ചെയ്ത കൂട്ടത്തിൽ പല ആളുകളും മുന്നോട്ട് പോയിട്ട് അതിന്റെ മകനുണ്ടല്ലോ, എന്താ പറയാം, ഇവിടെ ഒരിക്കലും നമ്മുടെ ക്ലാസ്സിൽ എന്താ അദ്ദേഹമൊക്കെ ഉണ്ട്. അങ്ങനെ സുഖമില്ലാത്ത ആളുകളൊക്കെ അവരുമുണ്ട്. ആഫിയത്ത് നൽകണേ. അപ്പൊ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് ഇൻഷാ അല്ലാഹ് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ ഹാജിമാര് ദുആക്കുത്തരമുള്ള ആളുകൾ. ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. മസ്ജിദുൽ ഹറാം മുഴുവൻ, മതാഫ് മുഴുവൻ. അതേപോലെ തന്നെ ഹജ്ജിന് ഉത്തരം കിട്ടുന്ന ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ് ഇബ്രാഹിം മഖാം, ഹജറുൽ അസ്വദ്, ഹിജർ ഇസ്മായിൽ, റുക്നുൽ യമാൻ, സഫ, മർവ, മിന, അറഫ, മുസ്ദലിഫ, ഇവയൊക്കെ ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളാണ്. ഈ കൂട്ടത്തിൽ പലരും ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാകും. അല്ലാഹു ഭാഗ്യം തരണം, അല്ലാഹു തൗഫീഖ് തരണം. നിങ്ങളും ഞാനും ഓർക്കേണ്ടത്, നമ്മൾ ഹജ്ജിന് പോകാൻ വേണ്ടി തയ്യാറെടുത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മനസ്സ് ഇടറിക്കൊണ്ട് ചില ആളുകൾ പടച്ചോനെ എനിക്കൊന്ന് അവിടെ പോകണല്ലോ എന്ന് മനസ്സിൽ കരുതിയിട്ട് നമ്മളോട് വേർക്കണേ എന്ന് പറയുന്നുണ്ടോ. അവരെ നമ്മൾ മറക്കാൻ പാടില്ല, അവരെ നമ്മൾ ദ്വാരം മറക്കാൻ പാടില്ല. രണ്ടാമത്തെ ഒരു കൂട്ടർ രോഗം, കടം, ഇത് രണ്ടും പറ്റാത്തൊരു സംഗതി. അങ്ങനെ കുടുങ്ങിയിട്ടുള്ള ആളുകൾ നമ്മളൊക്കെ ഹജ്ജിന് പോകാന്ന് പറയുന്നു പ്രത്യേകം വേർക്കണേ. ചില ആളുകൾ പ്രത്യേകം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നു, അവരെ മുഖഭാവം എന്താണ്, കടങ്ങോട്ട് കുടുങ്ങിയതായിരുന്നു, ആരോടും പറയാനും പറ്റും. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടാവും. അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്ന ദുആകളെ ഹാജിമാർ മറക്കാൻ പാടില്ല. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മളിപ്പോ ഈ ഹജ്ജിനെ പറ്റിയൊക്കെ പുറപ്പെടുമ്പോൾ കണ്ട് ആസ്വദിക്കേണ്ട ഉമ്മയില്ല, കണ്ട് സന്തോഷിക്കേണ്ട വാപ്പയില്ല. നമുക്ക് പണ്ട് കഴിയാത്ത സമയത്ത് ചെറിയൊരു കച്ചവടം തുടങ്ങാൻ സഹായിച്ചു. ഇപ്പൊ നമ്മൾ കച്ചവടമൊക്കെ ചെയ്ത് ആയി. ഇപ്പൊ നമ്മള് ഹജ്ജിന് പോകാൻ ഒരുങ്ങുമ്പോൾ അന്ന് ആ സഹായിച്ച ആളിത് കാണാൻ, ഈ സന്തോഷം കാണാനില്ല. അങ്ങനെ മരണപ്പെട്ടവരെ നാം മറക്കാൻ പാടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിന് പോകുമ്പോൾ ഈ കൊടിയത്തൂരുള്ള ഒരു ചെറുപ്പക്കാരനും ഉമ്മയും, കൊടിയത്തൂരുള്ള ഒരു ചെറുപ്പക്കാരനും ഒരു ഉമ്മയും മോനും ഇങ്ങനെ ഭയങ്കര കമ്പനി, യാത്ര ഒരു സ്നേഹത്തിന് ഉമ്മയും മോനും. അപ്പൊ അവരോട് ഞാൻ സംഗതി ചോദിച്ചറിഞ്ഞപ്പോൾ സമസ്തയുടെ 60ാം വാർഷിക സമ്മേളനം നടക്കുമ്പോൾ സമ്മേളനം കഴിഞ്ഞ് പോകുന്ന വണ്ടി തട്ടിയിട്ട് ഒരാൾ മരിച്ചു വെക്കാൻ. ആ മരണപ്പെട്ട ആളെ AP ഉസ്താദ് അവിടെ വീട്ടിൽ പോയി മയ്യത്ത് സന്ദർശിക്കാൻ. അപ്പൊ ഒരു ചെറിയ കൂര വര വാടകത്തിൽ അതിലാണ് താമസിക്കുന്നത്. അതിനാല് ഒരു ഉമ്മ, ആ ഉമ്മക്ക് ഏക മകൻ, ആ കുട്ടിക്ക് അന്ന് 1.5 വയസ്സ്. അന്ന് ഉസ്താദ് എന്ത് ചെയ്തു, അക്കാലത്ത് അവർക്ക് ഒരു 5 സെന്റ് സ്ഥലം വാങ്ങി അക്കാലത്ത് അവര് വീട് വെച്ചു. ആ കുട്ടി വളർന്ന് വലുതായി 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 ഓൻ കച്ചവടക്കാരനായി. ഓൻ കച്ചവടത്തിന് സൗകര്യമായി. ഇപ്പോ ഉമ്മാനും വേണ്ടി ഹജ്ജിന് വന്നിട്ട് വളർച്ചവനെ എന്താ സംഗതികൾ ആലോചിച്ചു. ഉമ്മാനും കൊണ്ട് മോൻ ഹജ്ജിന് വന്നിട്ടാണ്. ഉമ്മയും മോനും എന്തൊരു സ്നേഹമുള്ള ജീവിതം. അല്ലാ ഞങ്ങളൊക്കെ മക്കളെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് മക്കൾക്കും നീ ഇസ്സത്ത് നൽകണേ അല്ലാ, ആഹത്ത് നൽകണേ അല്ലാ, മക്കളൊക്കെ നീ ഖൈറിന്റെ അധികാരാക്കണേ അല്ലാ. അപ്പൊ ഞാൻ പറയുന്നത് ചില രംഗങ്ങളുണ്ടാകും ജീവിതത്തിൽ, അവിടെയൊക്കെ നമുക്ക് സഹായം നൽകുന്നവരുണ്ടാകും. അങ്ങനെയുള്ള ആളുകളെ ഒന്നും നമ്മൾ ദുആയിൽ മറക്കാൻ പാടില്ല. നാലാമത്തെ അഞ്ചാമത്തെ ഒരു പ്രധാനപ്പെട്ട ദുആ, നാം താമസിക്കുന്ന രാജ്യത്ത് ജനിച്ച മണ്ണിൽ സുരക്ഷിതമായി താമസിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നൊരു ബേജാറുള്ള കാലാണ്. ആളുകൾക്ക് ചില സ്ഥലത്ത് നമുക്ക് തൊപ്പിടാൻ പേടി, തൊപ്പിട്ട് നിന്നവരെ കുഴപ്പമാകും, നിസ്കരിക്കാൻ പോകാനും കോഴിക്കോട് കുഴപ്പമാകും. അങ്ങനെ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ പടച്ചവനെ, ഞങ്ങൾ ജനിച്ച നാട്ടിൽ സുരക്ഷിതമായി താമസിക്കാൻ എല്ലാ ജനങ്ങൾക്കും
അതിനുള്ള സാഹചര്യം ഉള്ള രീതിയിലാകണം. രാജ്യത്തെ തമ്മിൽ അടുപ്പിച്ച് വർഗീയതയുണ്ടാക്കി മുതലെടുക്കുന്ന ആളുകളെ കൊണ്ട് അവർക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കലല്ലാതെ ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ എന്ന് എല്ലാവർക്കും വേണ്ടിയും കഅബ ശരീഫിൽ ദുആ ചെയ്യണം. അങ്ങനെ ഹജ്ജിന് പോകുന്ന ആളുകളോട് പറയാനുള്ളത്, നമ്മളൊക്കെ ഭാഗ്യവാന്മാരായി ആ പുണ്യഭൂമിയിൽ ചെന്ന് ദുആ ചെയ്യുമ്പോൾ എനിക്ക് 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 എന്നതല്ല, അല്ലാഹുവേ ഞങ്ങൾക്കും കുടുംബത്തിനും ഞങ്ങൾക്കും നാട്ടുകാർക്കും ഞങ്ങൾക്കും വീട്ടുകാർക്കും നിങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും അല്ലാഹുവേ ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്കും അങ്ങനെ ദുആ ചെയ്യണം. അതാണ് ദുആഇന്റെ പവിത്രത. അങ്ങനെയുള്ള കാര്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഹജ്ജിന് പോകുന്നവർക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. പോകാൻ ഇക്കൊല്ലം സാധിക്കാത്തവർക്ക് അടുത്തടുത്ത അവസരങ്ങൾ നൽകണേ അല്ലാഹ് എന്നിങ്ങനെ ദുആ ചെയ്തുകൊണ്ട് ആൾക്കാർ ദിക്ർ ചെല്ലാതെ ഹജ്ജ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ദിക്ർ ചെല്ലാൻ കിട്ടാതെ ചെയ്യരുത് വിചാരിച്ചിട്ട് ചെറിയ ബുക്കും ഹജ്ജിന്റെ ആൾക്കാർ പോണവർക്ക്. അതേപോലെ തന്നെ മടവൂർ ഷെയ്ഖുനാന്റെ മൗലിദ്, ഞാൻ ഹജ്ജിന്റെ ക്ലാസ് എടുക്കാൻ പോകണത്തൊക്കെ കാണാൻ ഇത് കുടിച്ചു അൽഹംദുലില്ലാഹ് അവന്റെ കുടുംബത്തെ പോയിട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പൊ മടവൂർ ഷെയ്ഖുനാന്റെ മൗലിദ് കിതാബും അതേപോലെ തന്നെ ഹജ്ജിന്റെ ചെറിയ ബുക്കും ആവശ്യക്കാരൊക്കെ വാങ്ങി വെക്കൽ നല്ലതാണ്. അല്ലാഹുവിനെ ഖൈർ നൽകണേ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഹജ്ജിന്റെ ഒരു തൗഫീഖ് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. നമ്മുടെ മദ്രസ, പള്ളി, ദർസുകൾ, അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം ഇങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെയുള്ള ഖാദി മുഹമ്മദ് അക്കാദമിയിൽ 6ാം ക്ലാസ്സിലേക്കാണ് കുട്ടികളെ എടുക്കുന്നത്. ആൺകുട്ടികൾക്ക് സ്കൂൾ പഠനത്തോടൊപ്പം മതപഠനം നൽകുന്ന പ്രത്യേക സംവിധാനമാണ് കുഞ്ഞാൽ പള്ളിയിൽ ആരംഭിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളെ ചേർത്ത് പഠിപ്പിക്കാൻ രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കണം. ഓരോ പ്രാവശ്യവും ഞാനിങ്ങനെ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ കൂടെ വരുന്ന ആളുകളുണ്ട്, പല പ്രാവശ്യങ്ങളിൽ വന്ന ആളുകൾ. അല്ലാഹുവേ അവർക്കൊക്കെ ഖൈർ നൽകണേ അല്ലാഹ്. സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ എല്ലാവരെയും ഉൾപ്പെടുത്തി CM സെന്ററിൽ വെക്കേഷൻ ക്ലാസ് എന്താ പറഞ്ഞാൽ എത്ര ദിവസം ബഹുമാനപ്പെട്ട തങ്ങൾ അവർ അറിയിക്കുന്നുണ്ട്. 13 മുതൽ 23 കൂടിയ 10 ദിവസം പെൺകുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ് നമ്മുടെ CM സെന്ററിൽ. അത് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ SSLC കഴിഞ്ഞ കുട്ടികൾ, 8ാം ക്ലാസ് കുട്ടികൾക്ക് അത് എങ്ങനെ ഒരു നല്ല മോളാകാം, എങ്ങനെ ഒരു നല്ല ഭാര്യയാകാം, എങ്ങനെ ഒരു നല്ല പെങ്ങളാകാം, എങ്ങനെ ഒരു നല്ല അയൽവാസിയാകാം, എങ്ങനെ ഒരു നല്ല കുടുംബിനിയാകാം. വല്ലാത്ത ക്ലാസ്സാണ്. ഞാനിപ്പോ നിലമ്പൂരിന്റെ നമ്മുടെ സ്ഥാപനത്തിലൊക്കെ 10 ദിവസം നടത്തി കഴിഞ്ഞു. നല്ല സമയമാണ് നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകം. അതോടൊപ്പം ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവളിലുള്ള കഴിവ് അവൾ തിരിച്ചറിഞ്ഞു. ഒരു പെൺകുട്ടിക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന കഴിവുണ്ട്. ആ കഴിവിനെ ഈ ക്ലാസ് കഴിയുമ്പോൾ അവർ തിരിച്ചറിയും. എനിക്ക് അള്ളാഹു ഇന്ന നിഅമത്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ അതനുസരിച്ച് ഇന്ന കാര്യം ചെയ്യാം. വായിക്കാൻ പഠിക്കേണ്ടവർ, എഴുതാൻ പഠിക്കേണ്ടവർ, പ്രസംഗിക്കാൻ പഠിക്കേണ്ടവർ, അതേപോലെ തന്നെ ഒരുപാട് പഠനങ്ങൾ, ഒരു ടീച്ചിങ് പഠിക്കേണ്ടവർ, ഒരു ഡോക്ടറാക്കാൻ പഠിക്കേണ്ടവർ, ഏതിനെ പഠിക്കുന്നവർക്കും പ്രത്യേകം ട്രെയിനിങ് ലഭിച്ചിരിക്കുന്ന ആളുകളെ ക്ലാസ് ഒക്കെ ആകുമ്പോൾ അത് വലിയ ഫലം ചെയ്യും. അല്ലാഹു തആല ഖൈറുൽ ബർക്കത്തും ഏറ്റിത്തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ഹജ്ജ് സൗഭാഗ്യത്തിന് വേണ്ടി അപ്പൊ ഈ വർഷം ഹജ്ജ് ലഭിച്ചിരിക്കുന്ന ആളുകൾ സർക്കാരിൽ പോകുന്നവരുമുണ്ട്, അതേപോലെ തന്നെ പ്രൈവറ്റിൽ പോകുന്നവരുമുണ്ട്. അവർക്കൊക്കെ നിയത്ത് ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ദുആ ചെയ്യാം. ഹജ്ജിന്റെ ക്ലാസ്സുകളൊക്കെ എല്ലാവർക്കും ധാരാളം കിട്ടിയ ഒരു സമയം ആയതുകൊണ്ട് നമ്മളിപ്പോ പ്രത്യേകം ദുആ ചെയ്യേണ്ടതുള്ളൂ. അപ്പോ ഇൻഷാ അല്ലാഹ് ഓരോ ആളുകൾക്കും പ്രത്യേകം
അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജിന് പോകുന്ന സഹോദരിമാരും സഹോദരന്മാരും തീരെ മനസ്സുകൊണ്ട് ബേജാറാകാൻ പാടില്ല. രണ്ട് നിലക്കാണ് ബേജാറ്. ഒന്ന്, പടച്ചോൻ എനിക്ക് അറിവില്ലല്ലോ, എനിക്ക് കഴിവില്ലല്ലോ, അങ്ങനെ ഒരു ബേജാറാകും വരുന്നത്. നമ്മൾ ഒറ്റക്കല്ല ചെയ്യാൻ പോകുന്നത്. അല്ലാഹുവിനോട് റബ്ബേ നീ അല്ലാതെ എനിക്കൊരു തുണയില്ല, ആ നിലക്ക് റബ്ബിലേക്ക് നമ്മൾ തവക്കുലാക്കണം. പിന്നെ ഹജ്ജിന് വലിയൊരു ഗുണമുള്ളതെന്താ? ഹജ്ജിന് ചൊല്ലൽ നിർബന്ധമായതൊന്നുമില്ല, ചെല്ലാനുള്ളതൊക്കെ സുന്നത്താണ്, കിട്ടുന്നതില്ല. അതേസമയത്ത് ചെയ്യാനുള്ളത് നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാം ചെയ്യുന്ന സ്ഥലങ്ങളിലും എത്തി ആരോഗ്യത്തോടുകൂടെ ചെയ്യാനുള്ള തൗഫീഖ് നമ്മൾ കാണിക്കണം. രണ്ടാമത്തെ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആരെങ്കിലുമായിട്ട് വാക്കടപാട് ഹക്കടപാടൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം കണക്കിലെടുക്കണം. നമ്മൾ അതിന് മടിച്ചു നിൽക്കാൻ പാടില്ല. പൊരുത്തപ്പെട്ടേക്കാണ്. നമ്മളെല്ലാം ഒരു കാലത്ത് ഒരുമിച്ച് ജീവിക്കുമ്പോൾ അറിവില്ലാതെ പലതും സംഭവിച്ചിട്ടുണ്ടാവും, മാപ്പ് ചെയ്യണേ, പൊരുത്തപ്പെടണേ എന്ന് പറയാൻ നമ്മൾ മടി കാണിക്കാൻ പാടില്ല. സംശയം തോന്നി നിൽക്കുന്ന വല്ല ഹക്കടപാടുകളും ഉണ്ടെങ്കിൽ അത് വീട്ടാൻ നമ്മൾ അതിപ്പോ കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് ആലോചിച്ച് നിൽക്കാൻ പാടില്ല. ഹക്കടപാട് കൊടുക്കണം. മഹാന്മാരായ ആളുകളുടെ ഹജ്ജ് ജീവിതം നമുക്ക് എത്രയാണ് പാഠം നൽകുന്നത്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തിയ രൂപത്തിൽ ഇപ്പൊ ഇന്നൊക്കെ ഹജ്ജിന് പോകുന്ന ആളുകൾ നമ്മളൊക്കെ എത്ര സൗകര്യത്തിലാണ് പോണത്. പഴയ കാലത്തെ പോലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ മക്കൾക്കൊന്നും ചെന്നാലും പട്ടിണി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആഫയിലും ദിനയിലും ഒക്കെ ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടണം. ലോകത്തെ സഹായിക്കണം. കാരണം സൗദിയിലും മറ്റുമൊക്കെയുള്ള വലിയ വലിയ കമ്പനി ആളുകൾ നമ്മളെ കുടിക്കുന്ന ജ്യൂസൊക്കെ അറഫയിലൊക്കെ സുബ്ഹാനല്ലാഹ് ഒരു കണ്ടെയ്നർ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് സബീൽ കൊടുക്കുന്നത് കാണുമ്പോൾ അത്ഭുതപ്പെടും. അപ്പൊ നമുക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് വരും, ബാക്കിയുള്ള അതൊന്നും ആലോചിക്കേണ്ടതില്ല. പിന്നെയോ ഹജ്ജിന് പോകുന്ന ആളുകൾ മനസ്സ് കഅബത്തിലേക്ക്, മനസ്സ് അല്ലാഹുവിലേക്ക്. മദീന മുനവ്വറയിൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുത്തുനബിയുടെ മദീന മുനവ്വറയിൽ ഗവൺമെന്റിൽ ഹജ്ജിന് പോകുന്ന ആളുകൾ ആദ്യം മക്കത്ത് പോയിട്ട് അവിടെ താമസിച്ച് ഹജ്ജ് കഴിഞ്ഞിട്ടേ മദീനത്തേക്ക് പോകുള്ളൂ. ഹജ്ജ് കഴിഞ്ഞിട്ടേ പോകുള്ളൂ. അപ്പോ അവർക്ക് ഹജ്ജ് കഴിഞ്ഞ് മദീനയിൽ മിക്കവാറും ഒരു 8 ദിവസമോ 10 ദിവസമോ ഒക്കെ മദീനത്ത് കിട്ടും. അപ്പൊ നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ടാവും. പക്ഷെ മദീന മുനവ്വറ നമുക്ക് തവാഫില്ല, ബാക്കിയൊന്നുമില്ല. പിന്നെ മദീനത്തിൽ കൂടെ ഇങ്ങനെ നടക്കുക. മുത്തുനബിയുടെ സ്വലാത്ത് ചൊല്ലിയിട്ട് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വൽ ഹബീബുൽ അറബി. സ്വലാത്തും സലാമും ചേർന്നിട്ടുള്ള ഒരു വരിയാണ്. നമ്മൾ അത് ചൊല്ലി ഇങ്ങനെ നടക്കുക മദീനത്തിൽ. മുത്തുനബിയുടെ നാട്ടിൽ കൂടെ മുത്തുനബിയുടെ പള്ളിയിലേക്ക് ഇങ്ങനെ ചെല്ലാൻ അല്ലാഹു റബ്ബി. അപ്പോ മദീന മുനവ്വറയിൽ താമസിക്കുമ്പോൾ മദീന മുനവ്വറ, രണ്ടാമത് ഉഹദ് മല പോയി കാണാൻ അല്ലാഹു ഭാഗ്യം നൽകണം. ഹജ്ജിന് പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 3.5 കിലോമീറ്റർ വീതിയും 7-7.5 കിലോമീറ്റർ നീളവുമുള്ള വലിയ മലയാണ് ഉഹദ്. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗമാണ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഖുബാ പള്ളി എന്ന പള്ളി, ആ പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിക്കുന്നതിന് ഒരു ഉംറ ചെയ്ത പ്രതിഫലമാണ് മുഹമ്മദ് മുസ്തഫ. ഗവൺമെന്റിൽ പോകുന്ന കൂട്ടത്തിൽ സ്ത്രീകൾ മാത്രം പോകുന്ന കവറുള്ള ആൾക്കാരുണ്ടാവും. കവറുള്ള സ്ത്രീകൾ മാത്രം. അവരൊക്കെ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് ഓർക്കണം. ചോദിച്ചും പഠിച്ചും അറിഞ്ഞും. നമ്മുടെ സംഘങ്ങളിൽ മലയാളി ഒരു ഉസ്താദിനെ കണ്ടാൽ വേഗം ആ ഉസ്താദിനോട് പറയാം, ഉസ്താദെ ഞങ്ങൾ ഇന്ന നാട്ടുകാരാണ്, ഇങ്ങനെ വന്നതാണ്, അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞു തരണം ഞങ്ങൾ എവിടേക്കാ പോകേണ്ടത്. അങ്ങനെ സംഘത്തിലുള്ള ഉസ്താദുമാരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണം. മക്കത്തിൽ മുക്കറമയിൽ താമസിക്കുമ്പോൾ ഇവിടെ നിന്ന് പോയ ഉടനെ അവിടെ ഉംറ നിർവഹിച്ചു. 2 ദിവസം ഒന്ന് വിശ്രമിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ആയിഷ പള്ളിയിൽ പോയിട്ടൊരു ഉംറ എടുക്കും. ഒരു 2 ദിവസം വീണ്ടും വിശ്രമിച്ചിട്ട് ജഹറാന പള്ളിയിൽ പോയിട്ടൊരു ഉംറ എടുക്കും. ഒരു ദിവസം വിശ്രമിച്ച് ഹുദൈബിയയിലേക്ക് എപ്പോഴും ടാക്സി പോകും, അവിടെ പോയിട്ടൊരു ഉംറ എടുക്കും. അങ്ങനെ പുണ്യഭൂമിയിലൊക്കെ പോയിട്ട് കഅബ ശരീഫിനെ ദിവസവും തവാഫ് ചെയ്യും.
ഈ ഹജ്ജ് യാത്രയിൽ ഒരു 50 തവാഫെങ്കിലും ചെയ്യാൻ അല്ലാഹു ഭാഗ്യം തരണം. തവാഫ് ചെയ്യുമ്പോൾ ഹറാമാണ്, വെറും കഅബത്തിനെ തവാഫ് ചെയ്യും അല്ലേ? ഹജർ അസ്വദിൽ ചെയ്യാം, സുന്നത്തായ തവാഫ് ചെയ്യുന്നു എന്ന് കരുതുക. ഹജർ അസ്വദ് മുതൽ ഹജർ അസ്വദ് വരെ 1, 2, 3, 4, 7 പ്രാവശ്യം ചുറ്റിയാൽ ഒരു തവാഫായി. തവാഫ് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ സുന്നത്തായിട്ട് ചെയ്യുമ്പോൾ, സഅയ് ചെയ്യേണ്ടതില്ല. അപ്പൊ പ്രസവിച്ചു എന്ത് കുട്ടിയാണ്? എനിക്കൊരു അനിയനുണ്ടായോ അതോ ആദ്യത്തിന് ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടായ വകയാണ് ഉണ്ടായി. അള്ളാഹു ബർക്കത്തിയാണ്. ഉമ്മാക്കും കുട്ടിക്കും നീ ബർക്കത്തിയാണ് അള്ളാഹ്. ഉമ്മാക്കും കുട്ടിക്കും ആഫിയത്ത് കൊടുക്കണേ അള്ളാഹ്. ഉമ്മാക്കും കുട്ടിക്കും സന്തോഷം കൊടുക്കണേ അള്ളാഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പോ ഞാൻ ഓർമ്മപ്പെടുന്നത് മക്കത്തുൽ മുകറമയിൽ തവാഫ് വർദ്ധിപ്പിക്കും. തവാഫ് സുന്നത്തായ തവാഫിന് തവാഫ് മാത്രമേ ഉള്ളൂ, ഏതില്ല, സഅയില്ല. അപ്പൊ നമ്മൾ എത്ര തവാഫ്, ഒരു 50 തവാഫ് പൂർത്തിയാക്കാനൊക്കെ ഭാഗ്യം ലഭിച്ചാൽ എത്ര വലിയ തൗഫീഖാണ്. എളുപ്പമുണ്ട് വഴിക്ക്. എന്താണ്? 5 വഖത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോൾ ഓരോരോ തവാഫ് ചെയ്യാം, ഓരോരോ തവാഫ് ചെയ്യാം. ഗവൺമെന്റ് ഹാജിമാരൊക്കെ മക്കത്ത് ഒരു 15-20 ദിവസം ഉറപ്പാണ്. ഓരോ സുബഹി നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു തവാഫ് ചെയ്യാം അല്ലേ? അസർ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു തവാഫ് ചെയ്യാം. മഗ്‌രിബിക്ക് ശേഷം തവാഫ് ചെയ്യണം, വലിയ തിരക്കായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് ഒഴിവ് സമയം അല്ലേ? അല്ലാഹു റബ്ബി കണ്ടോ, ചില നിസ്കാരത്തിന് മുമ്പ് ഒന്ന് ചെയ്യാം, ശേഷം ഒന്ന് ചെയ്യാം. അങ്ങനെ ദിവസം ഒരു തവാഫ് ചെയ്യുമ്പോൾ അടുത്ത അതൊക്കെ എന്ത് ചെയ്യണം? മക്കത്ത് എത്തിയ ഉടനെ അത്തരം സമ്പാദ്യങ്ങളൊക്കെ വേഗം വേഗം കഴിച്ചു വെക്കണം. നിങ്ങൾ വിചാരിച്ച പോലെയല്ല. ആദ്യം പോകുന്നവർ ശ്രദ്ധിക്കണം. മക്കത്ത് നമ്മളിങ്ങനെ ചെന്ന് നോക്കിയാൽ നമുക്ക് തോന്നും നമ്മൾ എത്തിയത് എപ്പോഴാ? നമ്മൾ അടുത്ത ആഴ്ച പോയി. നമ്മൾ ചെല്ലണം അന്ന് നമുക്ക് തോന്നും ഒഴിവാണ് അല്ലേ? മക്കത്തെ ജനം കൂടെ എങ്ങനെയാണ്? മലവെള്ളം വരുന്ന പോലെ മക്കത്ത് ഇങ്ങനെ ജനങ്ങൾ ഇങ്ങനെ അടുത്ത സമയത്ത് ഒന്നിച്ച് നിറഞ്ഞു വരും. അപ്പോഴേക്ക് നമുക്ക് എന്താക്കണം? പ്രധാനപ്പെട്ട സമ്പാദ്യങ്ങളൊക്കെ കഴിയണം. അതുകൊണ്ട് ഹജ്ജിന് പോയ സഹോദരങ്ങൾ പിന്നെ ആകാം എന്ന് വിചാരിച്ച് കാത്തു നിൽക്കരുത്. പോകേണ്ട സ്ഥലങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒക്കെ ചെയ്യണം. പിന്നെ ആരോഗ്യം കുറഞ്ഞ ആളുകൾ മലമുകളിലേക്ക് കയറാൻ ആരോഗ്യം ഉണ്ടെങ്കിൽ പോയാൽ മതി. ഇല്ലെങ്കിൽ മല കയറുന്ന മറ്റൊക്കെ നടത്തിയിട്ട് നമ്മൾ നിർബന്ധമായ ഇബാദത്ത് ചെയ്യുന്ന ക്ഷീണം വരുന്ന രീതിയിൽ പ്രയാസപ്പെടരുത്. അങ്ങനെ ആരോഗ്യം ഇല്ലാത്തവർ ജബലുൻ നൂർ വഹീമലയുടെ താഴെ വന്നിട്ട് ദ്വാരത്തും പോരാ, ജബലുൻ സൗർ ഉറപ്പിട്ട് ദ്വാരത്തും പോരാ. സാധിക്കുന്ന ആളുകൾ മലന്റെ മുകളിൽ കയറിയിട്ട് പോരാ. സാധിക്കാത്തവർ എന്ത് ചെയ്യണം? അവർ താഴെ നിന്ന് ദുആ ചെയ്തുകൊണ്ട് പോരാ. ഏതായാലും ഹജ്ജിനും ഉംറക്കും ഒക്കെ പോകാൻ അല്ലാഹു എനിക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. മനസ്സറിഞ്ഞുകൊണ്ട് ചോദിച്ചാൽ അല്ലാഹു തരും. റബ്ബി വറസുഖ്നാ സിയാറതഹു ഖബ്ല സ്വല്ലി റബ്ബൽ ആലമീന അലാ അല്ലാഹുവേ മദീന മുനവ്വറ മരിക്കുന്നതിന് മുമ്പൊന്ന് കണ്ട് മുത്തുനബിക്ക് സലാം ചെല്ലാൻ നിങ്ങൾക്കൊക്കെ ഭാഗ്യം തരണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അതിനിടയ്ക്ക് പ്രത്യേകം ദുആ വസിയത്ത് പറഞ്ഞ കണ്ണ് ഓപ്പറേഷൻ വിധേയമാകാൻ പോകുന്ന ഒരു സ്ത്രീക്ക് വേണ്ടി പടച്ചോനെ ശിഫയും ആഫിയത്തും കൊടുക്കണേ അല്ലാഹ്. 14 വയസ്സായ പെൺകുട്ടി പനി വന്ന് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്റർ. അല്ലാഹ് നീ ശിഫ കൊടുക്കണേ അല്ലാഹ്, നീ ശിഫ കൊടുക്കണേ അല്ലാഹ്, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഗൾഫിലുള്ള പ്രവർത്തകന്റെ ജോലി പാഴത്തായിക്കണം, ഹൈറായ ജോലിയിൽ പ്രവേശിച്ച് നല്ല വരുമാനം കൊടുക്കണേ അല്ലാഹ്. കടം വീടിക്കിട്ടാൻ പടച്ചവനെ കടത്തോടുകൂടെ നീ പ്രയാസപ്പെടുത്തിയാക്കണേ അല്ലാഹ്. എളുപ്പത്തിൽ കടം വീട്ടാൻ വഴി തുറക്കണേ അല്ലാഹ്. കുടുംബത്തിലെ പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. വീട് പണി എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. മാതാപിതാക്കളെ ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്. മക്കളെ സ്വാധീനങ്ങളാക്കണേ അല്ലാഹ്. പടച്ചവനെ നമ്മുടെ മമ്മൂക്ക എല്ലാ വിഷയത്തിലും നമ്മളോടൊപ്പം ഖിദ്മത്ത് ചെയ്തിട്ടുള്ള ആളാണ്. ആഫിയത്തും ആഴത്തും കൊടുത്ത് സന്തോഷത്തിലാക്കണേ അല്ലാഹ്. പടച്ചവനെ മുഖദാറിലെ മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി ഫൈസൽ ഖാൻ നീ രോഗശമനത്തിൽ ശിഫ കൊടുക്കണേ അല്ലാഹ്, ശിഫ കൊടുക്കണേ അല്ലാഹ്, ശിഫ കൊടുക്കണേ അല്ലാഹ്. സ്റ്റോൺ ഡോക്ടർ വന്നിട്ട് പടച്ചവൻ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ്
പിന്നെ ഓപ്പറേഷൻ ലാബാണ് അവര് സഹോദരിക്ക് കുറച്ചാൻ ആഫിയത്ത് കൊടുക്കണേ പ്രയാസപ്പെടുന്നതല്ലേ മരിച്ച ആളുകൾ പ്രവാസിയും മുസ്ലിം ജമാഅത്ത് മെമ്പറുമായ നോട്ടസം വീട്ടിൽ ബഷീർ ഖാന്റെ ഉമ്മ മറിയം ഈ മോഫത്ത് കൊടുക്കണേ പിന്നെ കുഞ്ഞേരി അമ്പലത്ത് ഫാറൂഖ് വലിയ പറമ്പിൽ സൈതലവി പോയ തങ്ങൾ ഇന്ന് മരണപ്പെട്ട കുഞ്ഞേരി അമ്പലത്ത് ജമീല പിന്നെ ഞാവത്തൊടുക അബ്ദു എം ഹൈസ്കൂൾ അധ്യാപകൻ മുസ്തഫ മാസ്റ്റർ കുഞ്ഞു ബീബി ഒളവണ്ണ ഹാദിയ സുഹൈദ സുരകുട്ടിയോടൊപ്പം ഹാദിയ ഒരുപാട് കാഴ്ച. പിന്നെ നമുക്കറിയാം മഹാന്മാരായ പലരുടെയും ആണ്ടിന്റെ സമയമാണ്. അല്ലാഹു റബ്ബി സയ്യിദ് ഷെയ്ഖ് ജിബ്രീൽ തങ്ങളുടെ ആണ്ട് അല്ലാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ, ദർജ ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹു റബ്ബി ഭാഷാ ഹാജിയുടെ ഭാര്യ ഖദീജ നീ മൗഫറത്ത് കൊടുക്കണേ അല്ലാഹ്. പരപ്പിൽ മാളിയക്കൽ സൈനബി നീ മൗഫറത്ത് കൊടുക്കണേ അല്ലാഹ്. അബ്ദുൽ പിതാവ് നീ മൗഫറത്ത് കൊടുക്കണേ അല്ലാഹ്. എല്ലാവരെയും നിയത്തിൽ നല്ല നിയത്തിൽ ആമീൻ പറയണം. ഒരു ഉഷാർ പുറത്തിൽ കൂടി അകത്തേക്ക് കയറി കയറി ഇൻഷാ അല്ലാഹ് നമുക്കത് കാഴ്ച ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് പ്രത്യേകമായി പല പ്രയാസങ്ങളും രോഗങ്ങളുടെ പ്രയാസം, സിഹർ ബാധിച്ചിട്ട് പ്രയാസം, മറ്റു പല പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള പ്രയാസം, അങ്ങനെ ഈ കൂടിയിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ എത്ര ആളുകളുടെ പ്രയാസങ്ങൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോലും. അപ്പൊ അള്ളാഹു തആല നിങ്ങളോടൊക്കെ ഹജ്ജിന്റെ യാത്ര ചോദിക്കാൻ നമുക്ക് ക്ലാസ് ഹജ്ജ് കഴിഞ്ഞ് വന്ന ശേഷം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് രണ്ട് ഹറമിലും പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ വെച്ച് ദുആ ചെയ്യും. ഇന്നിവിടെ ഹജ്ജിന്റെ വിഷയാണെന്ന് കേട്ടിട്ട് വന്ന കുറെ ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ജൂലൈ 14 എത്രയാവും നമ്മുടെ മാസത്തിൽ? ഹജ്ജ് അവസാനമായി لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സഹോദരിമാരോടൊക്കെ പറയട്ടെ, ഈ ക്ലാസ്സിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സന്തോഷത്തിൽ രാവിലെ എത്തിച്ചേരുന്നതാണ് സഹോദരിമാർ. കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും കൃത്യമായി നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സഹോദരിമാരും ഉമ്മമാരുണ്ട്. അതേപോലെ തന്നെ ഞാനിവിടെ ക്ലാസ്സിൽ വരുമ്പോൾ പല വീടുകളിലുള്ള ഭക്ഷണം, നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന സഹോദരിമാർ, നിങ്ങളോടൊക്കെ ഉണർത്തുന്നത് ക്ലാസ് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകണം. ഇൻഷാ അല്ലാഹ് മക്കത്തുൽ മുകറമയിലും മദീന മുനവ്വറയിലും ബദറിലും ഉഹദിലും അങ്ങനെ എല്ലാ പുണ്യസ്ഥലങ്ങളിലും പോകും. അല്ലാഹു തൗഫീഖ് ഇൻഷാ അല്ലാഹ്. അവിടെ എല്ലാം വെച്ച് ദുആ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യാം എന്ന് പ്രത്യേകിച്ച് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ മക്കത്തുൽ മുകറമയിൽ എത്തിയാലും നമ്മുടെ മർക്കസിന്റെ ഹജ്ജ് സംഘം, SYSന്റെ ഹജ്ജ് സംഘം, അതേപോലെ തന്നെ മറ്റു പല ഭാഗത്ത് നിന്നും ഹജ്ജിന് വന്ന ആളുകൾ
അവർക്കൊക്കെ ഹജ്ജിന്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അപ്പൊ ആരോഗ്യത്തിന് വേണ്ടിയും തൗഫീഖിന് വേണ്ടിയും ഒക്കെ നിങ്ങളൊക്കെ എല്ലാവരും ദുആ ചെയ്യണം. നമുക്ക് ഏത് കാര്യം ചെയ്യണമെങ്കിലും ആരോഗ്യത്തിന് വേണം. അപ്പൊ അതിനു വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. നാട്ടിലും പ്രവാസികളായി കഴിയുന്നവരും ഒക്കെ നമ്മളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ച പലരും വളരെ അധികം മദീനത്ത് പോകാൻ മക്കത്ത് പോകാൻ ആശിച്ചിരിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കൊരു 3 പ്രാവശ്യം മദീനത്തിൽ എത്താനുള്ള വരി നമുക്ക് ചൊല്ലിക്കൊണ്ട് ദുആക്കാം. എല്ലാവരും ഒരുമിച്ച് ചൊല്ലാം. റബ്ബി വർസുഖ്നാ സിയാറതഹു ഖബ്ല ഖബ്ദിർ റൂഹി വൽ ഖബദി സ്വല്ലി റബ്ബൽ ആലമീൻ അലാ സയ്യിദിൽ ഖൗലൈനി വസ്സുരുജി റബ്ബി വർസുഖ്നാ സിയാറതഹു ഖബ്ല ഖബ്ദിർ റൂഹി വൽ ഖബദി സ്വല്ലി റബ്ബൽ ربي وارزقنا زيارته قبل قبض الروح والخرج صل رب العالمين على سيد القولين والسرج. നമ്മൾ ബഷീറാജി മാലിക് തങ്ങൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ചേർന്ന് ഇവരൊക്കെ ഓരോരുത്തരും ഞാൻ പേര് പറയുന്നില്ല. നമ്മുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും ഇവിടുത്തെ ടൗണിലുള്ള സിറ്റിയിലുള്ള പല യൂണിറ്റ് കമ്മിറ്റിയുടെയും ഒക്കെ പ്രവർത്തകരൊക്കെ ചേർന്നാണ് ഈ ക്ലാസ് ഇങ്ങനെ സുഖകരമായി നടത്തിക്കൊണ്ടുപോകണം. ഇതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെതായ ചെലവും പ്രയാസവും ഉണ്ടെങ്കിലും അതിങ്ങനെ മുടങ്ങാതെ നടത്തിക്കൊണ്ടുപോകാൻ എല്ലാവരുടെ പരിശ്രമം അൽഹംദുലില്ലാഹ് അല്ലാഹു തആല എല്ലാവരും ഖൈറായതൊക്കെ നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ഏഴ് മുഹറം ഒന്നോ അവതരിച്ചു. അതിനോട് 20 അവതരിച്ചു. ജൂലൈ 1 7 അടുത്ത ക്ലാസ് ജൂലൈ 7 അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളോടൊക്കെ പറയുന്നത് നമ്മളെ ഇതിനൊക്കെ പരിശ്രമിക്കുന്ന എല്ലാ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണേ എന്ന് നിങ്ങളോടൊക്കെ ഉണർത്തിക്കൊണ്ട് ഹജ്ജിന് പോകുന്ന ഹാജിമാരും ഹജ്ജുമ്മമാരും കുറച്ചോനെ ഒരു തടസ്സമില്ലാതെ പോകാൻ ഭാഗ്യം തരണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الله مالك الملوك يا الله خالق رازق يا الله ഞങ്ങൾക്ക് എല്ലാവർക്കും ഈമാനിന് സലാമത്ത് നൽകണേ അല്ലാഹ്. തഖ്വ നൽകണേ അല്ലാഹ്. ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. നിഅമത്ത് നൽകണേ അല്ലാഹ്. ബറക്കത്ത് നൽകണേ അല്ലാഹ്. സിഹത്ത് നൽകണേ അല്ലാഹ്. അപകടങ്ങളെ കാക്കണേ അല്ലാഹ്. ആഫത്തുകളെ തടുക്കണേ അല്ലാഹ്. മുസീബത്തുകളെ ഒഴിവാക്കണേ അല്ലാഹ്. ഫിത്നകളിൽ കാവൽ നൽകണേ അല്ലാഹ്. കണ്ണറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളികൾ ഈ വർഷം പരിശുദ്ധ കഅബ ശരീഫിലേക്ക് പുറപ്പെടാൻ നിയത്ത് ചെയ്ത ഈ സദസ്സിലും അല്ലാതെ പല ഭാഗങ്ങളിലുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് അല്ലാഹ് ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഈ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഈ റാഹത്തിലാക്കണേ അല്ലാഹ്. ഹജ്ജിന് പോകാൻ ഈ വർഷം തീരുമാനിച്ചവർക്ക് ഇനിയൊരു തടസ്സങ്ങളില്ലാതെ നീ സഹായിക്കണേ അല്ലാഹ്. ഈ വർഷം തന്നെ പോകാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ വർഷം തന്നെ പോകാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്.
സന്തോഷകരമായി മക്കത്തും മദീനയിലും എത്തി, അറഫയിലും മിനയിലും എത്തി, മുസ്ദലിഫയിലും മറ്റും എത്തി. ഞങ്ങൾക്ക് തന്നെ പഠിച്ചത് മുഴുവൻ സ്വന്തം ചെയ്യാൻ ആവതാക്കളെ അല്ലാഹ്. ഞങ്ങൾക്ക് യാതൊരു തടസ്സങ്ങളുമില്ലാതെ കഅബ ശരീഫ് തവാഫ് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. സഅയ് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. കല്ലെറിയാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. മുസ്ദലിഫയിൽ കല്ല് മുറുക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇതൊക്കെ അങ്ങനെ കേൾക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ സാധുക്കളായ എത്രയോ ആൾക്കാരെ മനസ്സിൽ ആഗ്രഹമുണ്ട്, ഭൂമിയുണ്ട്. അല്ലാഹുവേ, ആശ വെച്ച എല്ലാ സ്ത്രീ പുരുഷന്മാരെയും നീ മദീനത്തെത്തിക്കണേ അല്ലാഹ്, മക്കത്തെത്തിക്കണേ അല്ലാഹ്. എത്രയോ ഉമ്മമാരും സഹോദരിമാരും എത്രയോ സഹോദരങ്ങളും ഉസ്താദേ, ഞങ്ങൾക്കും ഒന്ന് മദീന കാണണ്ടേ, ഞങ്ങൾക്കും ഒന്ന് മക്കത്ത് പോകണ്ടേ ആശിച്ച് ഭൂതി വെച്ച് നിൽക്കുന്നവരുണ്ട്. അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനുള്ള വഴികളൊക്കെ നീ എളുപ്പമാക്കണേ അല്ലാഹ്. അടുത്തടുത്ത വർഷങ്ങളിൽ കഅബ ശരീഫിൽ പോയി കാണാൻ, മദീന മുനവ്വറയിൽ പോയി കാണാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹ്, മരിക്കുന്നതിന് മുമ്പ് ആഗ്രഹിച്ച ആളുകൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അർഹമർ റഹീമേ, ദുആഇന്റെ ഫലമായി എത്രയോ ആളുകൾ ഹജ്ജിന് പോയി, ഉംറയ്ക്ക് പോയി, ഇനിയും ആശിച്ചു നിൽക്കുന്നവർക്കൊക്കെ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. കുറച്ചവനെ ഹജ്ജ് നിയത്ത് ചെയ്തിട്ട് ഇപ്പോ വീടിൽ കാലൊടിഞ്ഞ് ഹോസ്പിറ്റലിലുള്ളവരുണ്ട്. ഹജ്ജിന് നിയത്ത് ചെയ്ത ശേഷം പോകാനൊക്കെ ഒരുങ്ങി, പക്ഷേ രോഗം പിടിപെട്ട് ഒരു ഭാഗം തളർന്നു നിൽക്കുന്നവരുണ്ട്. വല്ലാത്ത സങ്കടത്തിലാണ്. അവർക്കൊക്കെ നീ ആഫിയത്ത് തിരിച്ചു കൊടുക്കണേ അല്ലാഹ്, സ്വാഗതം കൊടുക്കണേ അല്ലാഹ്. അർഹമർ ഒരുപാട് ഹൃദയത്തിൽ ആശ വെച്ച് പൂതി വെച്ച് സ്വലാത്ത് ചൊല്ലി നടക്കുന്ന, അല്ലാഹുവോട് 5 നേരവും തേടിക്കൊണ്ട് നിൽക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. അവർക്കെല്ലാം മദീന കാണാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്, മക്കത്ത് പോകാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. അർഹമർ, ഈ സദസ്സിൽ തന്നെ ഈ കൊല്ലം പോകുന്നവരുണ്ട്. ഒരു തടസ്സങ്ങളും ഇല്ലാതെ ആഫിയത്തോടെ ഹിദായത്തോടെ ഈമാനോടെ 2 വീട്ടിലും വിജയിക്കുന്ന തരത്തിൽ ഹജ്ജും സിയാറത്തുകൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ കടബാധ്യതകളെല്ലാം വീഴ്ത്തി ഞങ്ങളെ മനസ്സും സമാധാനമായി, ഞങ്ങളെ സ്വത്തും സ്വസ്ഥമായി, അങ്ങനെ റാഹത്തുള്ള അവസ്ഥ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. കടബാധ്യതയിൽ കുടുക്കി ഞങ്ങളെ പരീക്ഷിക്കണേ അല്ലാഹ്. അർഹമർ, ഞങ്ങളിൽ ഏതുവിധ രോഗാണുക്കളുണ്ടെങ്കിലും നീ കഴിച്ചു കളയണേ അല്ലാഹ്. കിഡ്നി രോഗം നൽകല്ലേ അല്ലാഹ്, ഹാർട്ട് രോഗം തരല്ലേ അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ നൽകല്ലേ അല്ലാഹ്, മാനസിക രോഗം നൽകല്ലേ അല്ലാഹ്. ഏത് രോഗാണുക്കൾ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് രോഗാണുക്കളെ നീ കഴിച്ചു കളയണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ആഫിയത്ത് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഡയാലിസിസ് ചെയ്ത് കിഡ്നി മാറ്റിവെക്കേണ്ട അവസ്ഥയിലെത്തിയ എത്ര ആളുകളാണ്, നീ ശിഫാഹ് നൽകണേ അല്ലാഹ്. ഹാർട്ട് മാറ്റിവെക്കണമെന്ന് പറഞ്ഞവരുണ്ട്, നീ ശിഫാഹ് നൽകണേ അല്ലാഹ്. ഓപ്പറേഷൻ കാത്തു കഴിയുന്നവരുണ്ട്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. ചെറിയ കുട്ടികൾക്കും വലിയ പ്രായമുള്ളവർക്കും യുവതി യുവാക്കൾക്കും വ്യത്യാസമില്ലാതെ രോഗം പിടിപെടുകയാണ്. ക്യാൻസറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. കുറച്ചവനെ, ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരും ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും ഒക്കെ ഉണ്ട്, ശിഫാഹ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റും ഈ പള്ളിയുടെ നേരെ മുമ്പിൽ താമസിക്കുന്ന നമ്മുടെ എല്ലാ ക്ലാസ്സിലും ഉള്ള ബഹുമാനപ്പെട്ട ഹംസ കോയ ഡോക്ടർ, അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കൾ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. ഡോക്ടർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഒരു ഉംറയ്ക്ക് പോരാൻ ആശിച്ച് ദാഹിച്ച് നിൽക്കാൻ പടച്ചവനെ ഖൈറായ തൗഫീഖ് നൽകണേ അല്ലാഹ്, ഖൈറായ തൗഫീഖ് നൽകണേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, ഡോക്ടറും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ ആലിമീങ്ങളോട് സയ്യിദന്മാരോട് ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാലിഹീങ്ങളുടെ ബന്ധം നീ നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ വീടുകളൊക്കെ സ്വാലിഹീങ്ങൾ കയറി ഇറങ്ങുന്ന വീടാക്കണേ അല്ലാഹ്. റഹ്മത്തിന്റെ മരങ്ങൾ വരുന്ന വീടാക്കണേ അല്ലാഹ്. ഹലാലായ റിസ്ക് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഹലാലായ വരുമാനം നൽകണേ അല്ലാഹ്. കുറച്ചവരെ ഭാര്യ ഭർത്തൃ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്.
ഖൈർ നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. അല്ലാഹ് പ്രസവിച്ച് കിടക്കുന്ന നമ്മുടെ ഭാര്യത്തിന്റെ ഭാര്യ അടക്കമുള്ളവർ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. മക്കൾക്കും ഉമ്മമാർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. അർഹമർ റഹീമേ, വിവാഹ പ്രായമെത്തിയ ആൺമക്കൾ പെൺകുട്ടികൾക്ക് യോജിച്ച ഇണകൾ നൽകണേ അല്ലാഹ്. യോജിച്ച ഇണകൾ നൽകണേ അല്ലാഹ്. യോജിച്ച ഇണകൾ നൽകണേ അല്ലാഹ്. അർഹമർ റഹീമേ, പഠിക്കുന്ന മക്കൾക്ക് ഖൈറായ വിജയം നൽകണേ അല്ലാഹ്. ഖൈറായ വിജയം നൽകണേ അല്ലാഹ്. അർഹമർ റഹീമായ അല്ലാഹ്, മഴയില്ലാതെ ചൂട് കഠിനമായി ഗർഭിണികൾ വല്ലാത്ത പ്രയാസത്തിലാണ്. പ്രസവിച്ച് കിടക്കുന്ന ഉമ്മമാരും ചോര പൈതലുകളും വല്ലാത്ത സങ്കടത്തിലാണ്. റഹ്മത്തിന്റെ മഴ തരണേ അല്ലാഹ്. റഹ്മത്തിന്റെ മഴ തരണേ അല്ലാഹ്. കുറച്ചവനെ ഓപ്പറേഷനും മറ്റുമൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ആളുകൾ ചൂട് സഹിക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ്. നീ മഴ തരണേ അല്ലാഹ്. റഹ്മത്തിന്റെ മഴ തരണേ അല്ലാഹ്. കുറച്ചവനെ പുറത്തേക്ക് എഴുന്നേറ്റ് പോകാൻ വയ്യാതെ രോഗശയ്യയിൽ ശയ്യാവരമ്പരായി കിടക്കുന്ന ആളുകൾ അല്ലാഹ് ചൂട് സഹിക്കാൻ കഴിയാതെ വിഷമിക്കാൻ റഹ്മത്തിന്റെ മഴ തരണേ അല്ലാഹ്. റഹ്മത്തിന്റെ മഴ തരണേ അല്ലാഹ്. അർഹമർ റഹീമേ, താമസിക്കാൻ കൊച്ചു വീട് ആഗ്രഹങ്ങൾ സഫലീകരിക്കണേ അല്ലാഹ്. അർഹമർ റഹീമീനായ റബ്ബേ, ഖൈറായതിന്റെ തൗഫീഖ് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹ് നിന്റെ ജീവിതത്തിന് മറ്റൊരാളോട് കൈ കാണിക്കേണ്ട ഗതികേട് തരല്ലേ അല്ലാഹ്. അർഹമർ റഹീമേ, എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് തുണയാകണേ അല്ലാഹ്. തബാറുന്ന വീട്ടിൽ വിശ്രമിക്കുന്ന കൂട്ടത്തിൽ ഉമ്മമാര് ഉപ്പമാര് ഉസ്താദുമാര് വേണ്ടപ്പെട്ടവര് പല ആളുകളും മരിച്ച കൂട്ടത്തിലുണ്ട്. നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മർഹമത്ത് നൽകണേ അല്ലാഹ്. ഖബറിൽ കിടക്കുന്നവരെയും ഞങ്ങളെയും നിന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അർഹമർ റഹീമീനായ റബ്ബേ, ഇന്നത്തെ ഈ ക്ലാസ്സിന് വന്ന് ഈ ആമീൻ പറയുന്ന മുഴുവൻ സഹോദരി സഹോദരങ്ങളെയും നീ കബൂലാക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين بفضل صلى الله على محمد